2012 കൺവെൻഷനും കൊട്ടാരക്കരയിൽ സംബന്ധിപ്പാൻ നമുക്ക് ഭാഗ്യം നൽകി. 2012 വർഷത്തിലും കൊട്ടാരക്കര കൺവെൻഷൻ വന്ന് പങ്കുവരെ കർത്തർ നമുക്ക് ഉദവി ചെയ്തபடியால் കർത്തരെ സ്തോത്രിக்கிறோம். ഞാൻ ഈ സ്ഥലക്കാരനാണ്. ഞാൻ ഇവിടെ നിന്ന് പഴയ കാര്യങ്ങളൊക്കെ എന്റെ ഓർമ്മയിൽ വന്നു. நான் இந்த தேசத்தை சேர்ந்தவன். என்னுடைய பழைய நாட்களை நான் நினைக்கிறேன். ആദ്യ സമയം കൊട്ടാരക്കരയ്ക്ക് കൺവെൻഷന് വന്ന ഒന്നാം ദിവസത്തെ പറ്റി ഞാൻ ഓർക്കുന്നു. കൊട്ടാരക്കര കൺവെൻഷൻ முதலாவது நான் வந்த கன்வென்ஷனை நான் நினைக்கிறேன். അന്ന് 7-8 വയസ്സ് പ്രായം കാണും. அப்பொழுது எனக்கு 7-8 வயதுகள் இருந்தது. അന്ന് ഞാൻ എന്റെ അമ്മച്ചിയുടെ അടുക്കലാണ്, ഈ ഭാഗത്താണ് ഇരുന്നത്. என்னோட அம்மாவோடு சேர்ந்து தான் நான் சகோதரிமார்கள் இருக்கிற அந்த இடத்தில் தான் இருந்தேன். അന്ന് മുതലേ കൺവെൻഷൻ തുടരെ സംബന്ധിക്കുകയാണ്. അன்றையிலிருந்து தொடர்ந்து இந்த கன்வென்ஷனை நான் பங்கு பெறுகிறேன். ഓരോ കാലഘട്ടത്തെ പറ്റി ഓർക്കുകയാണ്. ഒരു കാലത്തെ ഞാൻ നിனைவு கூறுகிறேன். 1976 തോന്നുന്നു ഈ സ്ഥലം നമ്മൾ വാങ്ങുന്നത്. 1976 വർഷത്തിൽ தான் இந்த இடத்தை நாம் வாங்கினோம் என்று நினைக்கிறேன். അന്ന് ആദ്യത്തെ ദിവസത്തെ കൺവെൻഷന്റെ കാര്യം ഓർക്കുന്നു. ബുധനാഴ്ച രാത്രിയിൽ ആ മീറ്റിംഗിന്റെ കാര്യമൊക്കെ ഓർക്കുകയാണ്. அந்த ஆண்டில் நடந்த முதலாவது நாள் நடந்த கூட்டத்தை நான் நினைவு கூறுகிறேன். ബുധനാഴ്ച മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ വലിയ ശക്തിയായ മഴ പെയ്തു. அந்த புதன்கிழமை நடந்ததான அந்த கூட்டத்தின் பிறகு ஒரு பெரிய மழை வந்தது. രാത്രി മുഴുവനും ഞങ്ങൾ ആ വെള്ളം കോരുകയായിരുന്നു. ராத்திரி முழுவதுமாக அந்த தண்ணீரை நாங்கள் மாற்றிக் கொண்டிருந்தோம். നെല്ല് കൊയ്തതിന്റെ കുറ്റി ഇങ്ങനെ ആ പാടത്ത് നിൽക്കുകയാണ്. நெல் அப்பொழுதுதான் அறுவடை செய்தோம். அதனுடைய காரியங்கள் அங்கே இருந்தது. ഞങ്ങൾ പലര് രാത്രി മുഴുവനും വെള്ളം കോരി ആ ചെളിയെല്ലാം മാറ്റിയാണ് പിറ്റേ ദിവസം മീറ്റിംഗ് നടത്തിയത്. நாங்கள் ராத்திரி எல்லாம் அந்த தண்ணீரை மாற்றி அந்த நாங்கள் கிரியை செய்து கொண்டிருந்தோம். அதன் பிறகுதான் கூட்டம் நடந்தது. അന്ന് ഞങ്ങളിവിടെ സഹകരിച്ചതിൽ 2 പേർ മാത്രമേ ഇപ്പോൾ ഭൂമിയിലുള്ളൂ. 2 പേർ ഞങ്ങളോട് ചേർന്ന് വേല ചെയ്താர்கள். അതിൽ ഒരുവർ മാത്രം ജീവനോട്. 2 പേരെ ഇപ്പോൾ ഈ സമൂഹത്തിലുള്ളൂ. எங்களோடு சேர்ந்து வேலை செய்தவர்களில் 2 மாத்திரம் தான் உயிரோடு இப்பொழுது இருக்கிறோம். വേറൊരാൾ വേല വിട്ട് പോവുകയുണ്ടായി. மற்ற ஒரு நபர் ஊழியத்தை விட்டு போய்விட்டார். ഒന്ന് ഇവിടെ ഇരിക്കുന്ന സെൻട്രൽ പാസ്റ്റർ ജോസഫ് കുട്ടിയാണ്. ஒருவர் இங்கே இருக்கிற சென்டர் பாஸ்டர் அவர்கள் ஜோசப் குட்டி அவர்கள். പിന്നെ അടുത്തത് ഞാനാണ്. பிறகு நான் தான். ബാക്കിയുള്ള ആ പ്രിയപ്പെട്ടവർ പിതാക്കന്മാരൊക്കെയും അവരുടെ വേല തികച്ച് കടന്നുപോയി. മറ്റവர்கள் അവர்களுடைய ஊழியத்தை முடித்துவிட்டு அவர்கள் சென்று சேர்ந்தார்கள். ജീവിത ഡയറിയുടെ പിൻകാല ഏടുകൾ ഞാൻ മറിച്ചു നോക്കി കാര്യങ്ങൾ ചിന്തിക്കാറും അയവിറക്കാറുമുണ്ട്. என்னுடைய கடந்த வாழ்க்கையை நான் திருப்பி பார்த்து அதை நான் யோசித்து ஞாபகப்படுத்துவதுண்டு. അനേക പ്രിയപ്പെട്ടവരും മാറ്റപ്പെട്ടു പോയി. நம்மத்தில் இருந்த அருமையானவர்கள் பலரும் அவர்கள் நித்திரையடைந்தார்கள். 2011 ഇവിടെ സംബന്ധിച്ച പലരും ഇവിടെ ഇല്ല. 2011 വർഷം இந்த கூட்டத்தில் வந்து பங்கெடுத்தவர்கள் இன்றைக்கு நம்ம மத்தியில் இல்லை. വേലക്കാരും വിശ്വാസികളും പലരും തങ്ങളുടെ വേല തികച്ച അവകാശത്തിലേക്ക് മാറ്റപ്പെട്ടു. ஊழியக்காரர்களும் விசுவாசிகளும் அவருடைய ஊழியத்தையும் வேலையும் முடித்துவிட்டு அவர்கள் பலனை அவர்கள் பெற்றுக்கொண்டார்கள். നമുക്കും അങ്ങനെ ഒരു യാത്രയുണ്ട് പ്രിയമുള്ളവരെ. நமக்கும் அப்படிப்பட்ட ஒரு பயணம் இருக்கிறது பிரியமானவர்களே. അതെപ്പോഴും അറിയുന്നില്ല. அது எப்பொழுது என்று நமக்கு தெரியாது. നമ്മുടെ യാത്രയ്ക്കായി ഒരുക്കത്തോടും ക്രമീകരണത്തോടും കൂടെ നമുക്ക് മുൻപോട്ട് പോകാം. நம்முடைய அந்த வாழ்க்கை யாத்திரைக்காக நாம் ஆயத்தத்தோடு முன்னேறி செல்வோமாக. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം ശാശ്വതമല്ലല്ലോ. இந்த வாழ்க்கை இந்த பூமியில் உள்ள வாழ்க்கை நித்தியமான வாழ்க்கை அல்லவே. ഒരു നിത്യമായ വാസം കർത്താവ് നമുക്ക് വേണ്ടി നിത്യതയിൽ ക്രമീകരിക്കുന്നുണ്ട്. ஒரு நித்தியமான வாசம் கர்த்தர் நித்தியதையில் நமக்காக அவர் ஆயத்தப்படுத்திக் கொண்டிருக்கிறார். ഇവിടുന്ന് പോയപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? യേശു இங்கிருந்து விடைவிட்டு போன பொழுது அவர் என்ன சொன்னார்? എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. நான் எல்லா നാட்களிலும் உங்களோடு கூட இருக்கிறேன். ആ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ വാഗ്ദത്തം, நான் உங்களோடு கூட இருக்கிறேன் என்று சொன்ன வாக்கு 2012 ഫെബ്രുവരി മാസം 10 തീയതി 2012 വർഷം ഇന്ന് ജനുവരി മാസം 10 തീയതി ഫെബ്രുവരി മാസം 10 തീയതി വെള്ളിയാഴ്ച വെള്ളിക്കിഴமை രാവിലെ 11:45 വരെയും ആ വാഗ്ദത്തം അന്വർത്ഥമായിരുന്നു. ഇപ്പോഴത് 11:45 മണി സമയം വരെയും ആ വാഗ്ദത്തം അങ്ങനെയായിരുന്നു. இந்த நேரம் வரைக்கும் அவருடைய வாக்கு மாறாதவராக அப்படியே தான் இருந்தது. അങ്ങനെയാണെങ്കിൽ നാളെയും ഈ വാഗ്ദത്തം മാറുകയില്ല. அப்படி என்று சொன்னால் நாளையும் இந்த வாக்குத்தத்தம் மாறுவதில்லை. എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് കൽപ്പിച്ചവൻ നമ്മോട് കൂടെ ഇരിക്കും. எல்லா നാட்களிലും உங்களோடு கூட இருக்கிறேன் என்று சொல்லி வாக்குத்தத்தம் செய்தவர் அவர் வாக்கு மாறார். എത്തേണ്ട സ്ഥലത്തേക്ക് അവൻ നമ്മെ എത്തിക്കും. நாம் சேர வேண்டிய இடத்தை அவர் கொண்டு வந்து சேர்ப்பார். ഈ നശ്വരമായ ലോകം വിട്ട് നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. இந்த மாறி போகிற உலகத்தை விட்டு நாம் மாறி போகிறோம். ഇപ്പോൾ നമ്മുടെ പരദേശ പ്രയാണമാണ്. நாம் பரதேசிகளாக யாத்திரை செய்து கொண்டிருக்கிறோம். നാം സ്വദേശത്തേക്ക് പോകുകയാണ്. நம்முடைய சொந்த தேசத்துக்கு நாம் போக போகிறோம். ഈ
ഓർമ്മ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. இந்த ஞாபகம் எப்பொழுதும் நமக்கு இருக்க வேண்டும். ഈ കൺവെൻഷൻ നമുക്ക് വേണ്ടിയാണ്. இந்த கன்வென்ஷன் நமக்காகத்தான். ഈ നമ്മൾ വേലക്കാർക്കും വിശ്വാസികൾക്കും വേണ്ടിയാണ്. ஊழியக்காரர்களாகிய நமக்கும் விசுவாசிகளாக நமக்காகத்தான். മറ്റുള്ളവരും വന്ന് സഹകരിക്കട്ടെ. மற்றவர்களும் வந்து பங்கு பெறட்டும். ഇവിടെ വന്ന് സംബന്ധിച്ചവരെല്ലാം ഹൃദയത്തിൽ ഒരു പുതുക്കം ഉണ്ടായിട്ടേ പോകാവൂ. இந்த கன்வென்ஷனில் வந்து பங்கு பெற்றவர்கள் எல்லாருக்கும் இருதயத்தில் ஒரு புதுமை உண்டாக வேண்டும். തീരുമാനത്തെ പുതുക്കിയേ പോകാവൂ. உங்கள் தீர்மானத்தை நீங்கள் புதுக்க வேண்டும். ഉയരത്തിലേക്ക് നോക്കി ദൈവവും നമ്മളുമായുള്ള ബന്ധത്തിൽ ആരംഭിച്ച ഒരു യാത്രയാണിത്. உன்னத விழியை பெற்று உன்னதத்தில் நாம் பார்த்து அப்படியாக யாத்திரையை நாம் தொடர்ந்திருக்கிறோம். ഉയരത്തിലെ ദൈവവുമായി ചേർന്ന് ഉയരത്തിലേക്ക് നോക്കി ഈ യാത്ര തുടരുകയാണ്. உயரத்தில் இருக்கிற கர்த்தரை பார்த்து நம்முடைய வாழ்க்கையின் யாத்திரை நாம் தொடர்ந்திருக்கிறோம். ഉയരത്തിലേക്ക് നോക്കി നമ്മുടെ കർത്താവിനോട് ചേർന്ന് ഈ യാത്ര അവസാനിപ്പിക്കുകയാണ്. ഉയരത്തിൽ பார்த்துக்கொண்டு நம்முடைய கர்த்தரை பார்த்துக்கொண்டு இந்த வாழ்க்கையை முடிக்க வேண்டும். അതിനേറ്റ കാര്യങ്ങളൊക്കെയും കർത്താവ് ക്രമീകരിച്ചിരിക്കുകയാണ്. அதற்குண்டான எல்லா காரியங்களும் கர்த்தர் ஆயத்தம் பண்ணி தயார் செய்திருக்கிறார். വേറൊരു അടിസ്ഥാനമിടാതെ വേറൊരു പ്ലാനും പദ്ധതിയും ഇടാതെ ദൈവമിട്ട ആ അടിസ്ഥാനത്തിന് സമ്പൂർണ്ണമായി വിധേയപ്പെടുകയാണ് ഏറ്റവും അഭികാമ്യം. வேற ஒரு சித்தமோ வேற ஒரு திட்டமும் செய்யாமல் கர்த்தர் நமக்காக வைத்திருக்கிறான சித்தத்தின்படி நாம் சென்றடைவோமாக. അതിന് പൂർണ്ണമായി വിധേയപ്പെടുകയാണ് ഏറ്റവും മെച്ചം. அதில் பூர்ணமாக நாம் ஜெயத்தை பெற்றுக்கொள்வோம். ആ ഒരു കാര്യം എല്ലാവരും ഓർത്തുകൊള്ളണം. அதை எப்பொழுதும் எல்லாரும் நினைத்துக் கொள்ள வேண்டும். ദൈവം നമുക്ക് വേണ്ടി ഒരു പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. கர்த்தர் நமக்காக ஒரு கிரியை ஆயத்தம் பண்ணியிருக்கிறார். ആ പ്രവൃത്തി അതിന്റെ തികവിലേക്ക് എത്തിക്കേണ്ടതിന് அந்த கிரியையை பூர்ணப்படுத்தும்படியாக ശരീരാത്മനികളെ സമ്പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ஆவி ஆத்மா சரீரத்தை முழுவதுமாக நாம் ஒப்புக் கொடுப்போம். ഒരു പുതിയ തീരുമാനത്തോടെ മുൻപോട്ട് പോകാം. ஒரு புதிய தீர்மானத்தோடு நாம் முன் செல்வோமாக. ഇമ്മാനുവേൽ നമ്മോട് കൂടെയുണ്ട്. இம்மானுவேல் ஆண்டவர் நம்மோடு கூட இருக்கிறார். ഒരാളും നമ്മെ കൈവിടുകയില്ല. அவர் ஒரு நாளும் ஒருபோதும் கைவிடுவதே இல்லை. പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കണം. பூர்ணமாக நாம் விசுவாசிப்போமாக. ഇരിക്കുന്ന എല്ലാവരും വിശ്വാസികളാണെന്ന് പറഞ്ഞാലും இங்க இருக்கிறவர்கள் எல்லாரும் விசுவாசிகள் என்று அழைத்தாலும் പലപ്പോഴും പല കാര്യത്തിലും അവിശ്വാസികളാണ്. பல விதத்தில் நமக்கு அவிசுவாசம் வருகிறது. അവിശ്വാസികളാണ്. அவிசுவாசிகள் தான். ചില ലഘുവായ കാര്യങ്ങളിൽ വിശ്വാസികളാണ്. சின்ன விஷயங்களில் விசுவாசிகளாக இருக்கிறோம். பெரிய விஷயங்களில் അവിശ്വാസികളുമാണ്. பெரிய விஷயங்களில் நாம் அவிசுவாசிகளாக மாறி விடுகிறோம். എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് കർത്താവ് പറയുന്നു. கர்த்தர் வாக்கு தந்திருக்கிறார். எல்லா நாளும் நான் உங்களோடு கூட இருக்கிறேன். ശോധനകൾ വരുമ്പോൾ, കഷ്ടமான സോധനകൾ വരുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുകയില്ല. വിശ്വസിக்க முடிவதில்லை. സമനില തെറ്റിപ്പോവുകയാണ്. നാം നമ്മുടെ നിലവരത്തെ മാറിവിടുകയും സംസാരിക്കുന്നു, നാം പേശി വിടുകയും പ്രവർത്തിക്കുന്നു, നാം ക്രിയ ചെയ്തു വിടുകയും ആകെ നഷ്ടം വരുത്തുകയാണ്. നഷ്ടം നമ്മുടെ வாழ்க்கைയിൽ വന്നു വിടുகிறது. പ്രതികൂല സാഹചര്യങ്ങളിൽ അവിശ്വാസികളായി മാറുകയാണ്. പ്രതികൂലത്തിനിടയിലെ നാം അവിശ്വാസികളാக മാറി വിടുகிறோம். സാഹചര്യം അനുകൂലമാകുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വിശ്വസിക്കുന്നു. അനുകൂലமாக இருக்கும் பொழுது சின்ன சின்ன விஷயங்களை நாம் விசுவாசிக்கிறோம். ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് പ്രാർത്ഥിക്കാം, ദൈവം സൗഖ്യം തരും. சின்ன சின்ன வியாதிக்கு கர்த்தர் ஜெபித்தால் சுகம் தருவார் என்று விசுவாசம் உண்டு. വലിയ വ്യാധികൾക്ക് ദൈവം സൗഖ്യം തരികയില്ല. பெரிய வியாதிக்கு கர்த்தர் சுகம் தர முடியாது. അങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ அப்படி நாம் ஆராய்ந்து பார்த்த பொழுது 365 ദിവസത്തിൽ 365 നാட்களிൽ ഒരു 10-200 ദിവസം അവിശ്വാസിയും ബാക്കി 165 ദിവസം വിശ്വാസിയുമാണ്. 200 ദിവസങ്ങൾ தான் விசுவாசத்தில் இருக்கிறோம். ബാക്കിയുള്ള ദിവസങ്ങൾ എല്ലാം അവിശ്വാസത്തിൽ. എല്ലാവർക്കും ഒരുപോലെ അതിനൊക്കെ വ്യത്യാസങ്ങളുണ്ട്. എല്ലാവരും ഒരുപോലെ അല്ല, വ്യത്യാസമുണ്ട്. ഒരു വിശ്വാസിയായി നിലകൊള്ളണം. വിശ്വാസിയാகவே நாம் ஜீவிக்க வேண்டும். എന്നാലേ ഇമ്മാനുവേൽ നമ്മോട് കൂടെ ഇരിക്കുകയുള്ളൂ. அப்பொழுதுதான் இம்மானுவேல் தேவன் நம்மோடு கூட இருப்பார். ഇമ്മാനുവേൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. இம்மானுவேல் என்று சொல்லும் பொழுது நம்முடைய விசுவாசத்தை தொடக்கினவரும் விசுவாசத்தை முடிக்கிறவருமாக இருக்கிறார். ഇമ്മാനുവേലോട് ചേർന്ന് മുൻപോട്ട് പോകണം. அந்த இம்மானுவேல் தேவனோடு சேர்ந்து ஜீவிக்க வேண்டும். ആ ദൈവ ഉദ്ദേശം പൂർണ്ണമായി നമ്മൾ നിറവേറ്റുക തന്നെ ചെയ്യും. அவருடைய திட்டம் நம்முடைய வாழ்க்கையில் அவர் நிறைவேற்றுவார். പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കണം. பூர்ணமாக நாம் அதை விசுவாசிப்போமாக. കർത്താവായ യേശു ലോകത്തിൽ വന്ന് கர்த்தராக இயேசு கிறிஸ்து இந்த உலகத்தில் പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. പാവികളെ രക്ഷിக்க முடியாத இந்த உலகத்தை தேடி வந்தார். അത് ശരിയാണ്. அது சரிதான். എന്നാൽ ഞാൻ പറയുന്ന മറുപടി അതല്ല. അതല്ല நான் சொல்வது. നമ്മൾ പറയേണ്ട മറുപടി അത് മാത്രമല്ല. நாம் பதிலாக അതല്ല சொல்வது. ലോകത്തിലേക്ക് വന്നവനാ യേശു എന്നെ തേടി എന്റെ ഭവനത്തിലേക്ക് വന്നു. உலகத்தை தேடி வந்தார் என்றல்ல, என்னை தேடி என்னுடைய குடும்பத்தை தேடி என்னுடைய வீட்டை தேடி வந்தார். സ്നേഹിച്ചു, രക്ഷിച്ചു, ആദരിച്ചു, ദൈവവൈതലാക്കി മാറ്റി. என்னை ஆதரித்தார், என்னை நேசித்தார், பாசம் வைத்தார், தேவ பிள்ளையாக என்னை മാറ്റിனார். ലോകത്തിലേക്ക് വന്നു മാത്രമല്ല എന്റെ ഭവനത്തിലേക്ക് വന്നെന്ന് പറയാൻ കഴിയുന്നവർ എന്നോട് ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് വാസ്തവം. அதுதான் உண்மை. നമ്മെ സ്നേഹിച്ചു, രക്ഷിച്ചു, ആദരിച്ചു, നമ്മை ആദരിത്താർ, നമ്മെ നേസിത്താർ, പാസം வைத்தார். യേശു നമ്മെ വിളിച്ചപ്പോൾ கர்த்தர் நம்மை அழைத்த பொழுது ആദ്യമായി നമ്മോട് പറഞ്ഞ വിഷയം എന്താണെന്ന് അറിയാമോ? முதலாவது நம்மை பார்த்து என்ன சொன்னார் தெரியுமா? മാനവജാതിയോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? மனுஷர் வர்க்கத்தை பார்த்து என்ன சொன்னார் தெரியுமா? എന്റെ അടുക്കിലേക്ക് വരുവിൻ, என் பக்கத்தில் வாருங்கள்.
എന്നോട് പഠിപ്പീൻ, என்னிடத்தில் வந்து கற்றுக்கொள்ளுங்கள். അതാണ് ആദ്യമായി യേശു പറഞ്ഞത്. அதைதான் முதலாவது இயேசு சொன்னார். എന്നോട് പഠിപ്പീൻ, என்னிடத்தில் வந்து എന്നാലേ கற்றுக்கொள்ளுங்கள். നിങ്ങൾക്ക് ആശ്വാസം കൈവരിപ്പാൻ കഴിയും. அப்பொழுதுதான் நீங்கள் இளைப்பாறுதலை பெற்றுக் கொள்வீர்கள். പഠിക്കേണ്ട വിഷയങ്ങൾ ഏതാണ്? நாம் என்னத்தை படிக்க வேண்டும்? ഈ കോളേജിൽ 2 വിഷയങ്ങളാണ് പ്രധാനമായി പഠിപ്പിക്കുന്നത്. இந்த கல்லூரியில் 2 விஷயங்கள் தான் அவர் ഒന്ന് താഴ്മ, 2 സൗമ്യത. அவர் சொல்லிக் கொடுப்பது தாழ்மை, மற்றொன்று സൗമ്യത, சாந்தம். താഴ്മയും സൗമ്യതയും ഉള്ളവനാകയാൽ நான் தாழ்மையும் சாந்தமும் உள்ளவன் ஆனபடியால் എന്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പി, என்னுடைய நுகத்தை ஏற்றுக்கொண்டு நீங்கள் கற்றுக்கொள்ளுங்கள். ആദ്യമായിട്ട് അതാണ് യേശു ആ മനുഷ്യനോട് പറഞ്ഞത്. அதுதான் முதலாவது இயேசு மனுஷனுக்கு பார்த்து சொன்னார். അതിന്ന് വളരെ പ്രയാസമായിരിക്കുകയാണ്. அது இப்பொழுது மிகவும் கடினமாக இருக்கிறது. കുറേ കാര്യങ്ങളൊക്കെ പഠിക്കും, அநேக காரியங்கள் நாம் படித்திருக்கிறோம். ശരിയായി പഠിക്കണം, ஆனால் சரியான விதத்தில் நாம் படிக்க നല്ല வேண்டும். നിലയിൽ പഠിക്കണം. நல்ல விதத்தில் நாம் படிக்க வேண்டும். സ്വർഗം എന്ന് പറയുന്നത് ഒരു അധ്യാപക കുടുംബമാണ്. பரலோகம் என்று சொல்லுகிறது நாம் படிக்கிற ஒரு இடம்தான். അവര് ടീച്ചേഴ്സ് ഫാമിലിക്കാരാണ്. அங்கே ஆசிரியர்கள் இருக்கிறார்கள். പിതാവായ ദൈവത്തെ പറ്റി എന്ത് പറയുന്നു? பிதாவாகிய தேவனை குறித்து படிக்கும் பொழுது അദ്ദേഹം ഒരു അധ്യാപകനാണ്. அவர் ஒரு பெரிய ஆசிரியர். അതാര് പറയുന്നു? யார் அப்படி சொன்னா? പിതാവായ യേശു പറയുന്നു, എന്റെ പിതാവിനോട് കേട്ട് പഠിച്ചവനെല്ലാം എന്റെ അടുക്കൽ വരും. பிதாவினிடத்தில் கேட்டு கற்றுக்கொண்டவன் எல்லாம் என் பக்கத்தில் வருவான் என்று. പിതാവായ ദൈവവും നല്ല ഒരു അധ്യാപകനാണ്. பிதாவாகிய தேவன் பெரிய போதகராக இருக்கிறார். പിതാവായ യേശു പറയുന്നു, എന്നോട് പഠിപ്പിൻ, ഞാനും ഒരു അധ്യാപകനാണ്. கர்த்தராகிய இயேசு கிறிஸ்து சொல்கிறார், என்னிடத்தில் வந்து கற்றுக்கொள்ளுங்கள், நானும் ஒரு போதகர். ഇനി പരിശുദ്ധാത്മാവോ, അദ്ദേഹം ഒരു അധ്യാപകനാണ്. பரிசுத்தாவியானவர் அவரும் ஒரு போதகர் தான். അവൻ സകലവും ഉപദേശിച്ചു കൊടുക്കുകയാണ്. அவன் எல்லா சத்தியங்களையும் நடத்துவார் என்று வாசிக்கிறோம். സഭയെ തികവിലേക്ക് നയിക്കുകയാണ്. சபையை அவர் பூரணத்திற்கு நடத்துகிறார். ഉപദേശിച്ച് പഠിപ്പിക്കുകയാണ്. அவர் உபதேசத்தை சொல்லி கற்றுக் கொடுக்கிறார். ഇവർ മൂവരും കൂടി ചേരുമ്പോൾ ഒരു ടീച്ചേഴ്സ് ഫാമിലിയാണ്. ஆகவே இவர்கள் மூன்றும் சேர்ந்த ஒரு ஆசிரியர்கள் குடும்பமாகவே இருக்கிறது. അധ്യാപക കുടുംബമാണ്. ஆசிரியரின் குடும்பமாகவே இருக்கிறது. ഇവർ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. இவர்கள் பிள்ளைகளை அவர்கள் എന്നോട് പഠിപ്പീൻ, இடத்தில் வந்து ഞാൻ கற்றுக்கொள்ளுங்கள், നിങ്ങൾക്ക് ആശ്വാസം കൈവരിപ്പാൻ കഴിയും. நான் உங்களுக்கு இளைப்பாறுதல் தருவேன். ഒരു വചനം നമുക്ക് ഇന്ന് പഠിക്കാം. ஒரு வசனத்தை நாம் இன்றைக்கு வாசிப்போம். പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. 1 பேதுரு 2-ാം அதிகாரம் 9-ാം வசனம். നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അതം കൊടുക്കുക. മതി, മൈക്കില്ലയോ അതില്ലയോ? ഞാൻ പറയാൻ കേട്ടോ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. കർത്താവിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். ഈ വേദഭാഗത്തിൽ എന്താണ് കാണുന്നത്? இந்த வேத பகுதியில் என்ன பார்க்கிறோம்? ശ്രദ്ധയോടെ നമുക്ക് ഈ വേദഭാഗത്തിലേക്ക് ഒന്ന് നോക്കാം. கவனமாக இந்த வேத வசனத்தை வாசிக்கும் பொழுது ദൈവവും മനുഷ്യനുമായുള്ള ആഴമായ ബന്ധം, கர்த்தரும் மனுஷனும் இடையில் உள்ள ஆழமான ஒரு சம்பந்தம், ആ ബന്ധത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന ആഴമായ പ്രവർത്തികൾ, அந்த சம்பந்தத்தில் கர்த்தர் செய்கிற ஆழமான கிரியைகள், ആ പ്രവൃത്തിയുടെ ഉദ്ദേശം, அந்த கிரியையினுடைய நோக்கம், ഇങ്ങനെ പല വിഷയങ്ങളിലൂടെ കാണുവാൻ കഴിയുകയാണ്. இப்படி பல விஷயங்களை இங்கே நாம் பார்க்கிறோம். മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം, கர்த்தரும் மனுஷனும் உள்ள அந்த சம்பந்தம், ഈ ഒരു ബന്ധത്തിലാണല്ലോ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. இந்த ஐக்கியத்தில் தான் கர்த்தர் மனுஷனை உண்டாக்கினார். അങ്ങനെ ഉരുവാക്കപ്പെട്ട മനുഷ്യൻ, அப்படி உண்டாக்கப்பட்ட மனுஷன் ആ ഐക്യത്തിൽ മുൻപോട്ട് നീങ്ങിയിട്ട് அந்த ஐக்கியத்தில் அவன் முன்னேறி ആ சென்று ഐക്യത്തിൽ അവൻ അവസാനിക്കേണ്ടത് ആവശ്യമാണ്. அந்த ஐக்கியத்தில் அவன் கடைசி வரைக்கும் நிற்க ഇത് வேண்டும். ബോധ്യപ്പെട്ട അപ്പോസ്തലൻ എന്ത് പറയുന്നു? இதை நினைவில் கூர்ந்த அப்போஸ்தலன் என்ன சொல்லுகிறார்? ഇങ്ങനെ എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. இனி நான் எப்பொழுதும் கர்த்தரோடு கூட சேர்ந்து இருப்பேன். ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം സന്തോഷിപ്പിച്ചോളുവീൻ. இந்த வசனங்களை சொல்லி நீங்கள் ஆதல் படுத்திக் கொள்ளுங்கள். ദൈവവും മനുഷ്യനുമായ ഒരു വലിയ ബന്ധമുണ്ട്. கர்த்தருக்கும் மனுஷனுக்கும் பெரிய ஒரு ஐக்கியம் ആ இருக்கிறது. ബന്ധത്തിൽ അവൻ എന്ത് ചെയ്യുന്നു? அந்த ஐக்கியத்தில் அவன் என்ன செய்கிறான்? മനുഷ്യൻ അന്ധകാരത്തിൽ അകപ്പെട്ടു പോയി. மனுஷன் அந்தகாரத்தில் இருளில் இருக்கிறான். ദൈവം വെളിച്ചമാണ്. கர்த்தர் வெளிச்சமாக இருக்கிறார். മനുഷ്യനെയും വെളിച്ചമായി ഉരുവാക്കിയെങ്കിലും மனுஷனையும் வெளிச்சமாகத்தான் உண்டாக்கினார். അവൻ ஆனாலும் പാപം പ്രവേശിച്ച് பாவம் அவன் வாழ்க்கையில் வந்து അവൻ ഇരുളായി മാറ്റപ്പെട്ടു പോയി. அவன் ஒரு இருளாகவே மாறிவிட்டான். അവൻ കറുത്തു പോവുകയാണ് ചെയ്തത്. அவன் கருப்பாக மாறிவிட்டான். അവന്റെ വെളുപ്പ് മാറ്റപ്പെട്ടു പോയി. அவனுடைய வெண்மை மாறிவிட்டது. അനുസരണക്കേടിനാൽ അനേകർ പാപികളായി. அவனுடைய கீழ்ப்படியின் நிமித்தமாக அவன் அநேகர் பாவிகளாக மாறினார்கள். അന്ധകാരത്തിൻ കീഴിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. அவர்கள் இருளில் அடைபட்டார்கள். മനുഷ്യനെ അവിടെ നിന്ന് വിടുവിക്കണം. மனுஷனை அங்கிருந்து விடுவிக்க வேண்டும். അവൻ അന്ധകാരത്തിൽ കഴിയുവാൻ ദൈവം താല്പര്യപ്പെടുന്നില്ല. அந்தகாரத்திலே தொடர்ந்திருப்ப கர்த்தருடைய இஷ்டம் இல்லை. ആദ്യം മനുഷ്യൻ തെറ്റ് ചെയ്ത് തോട്ടത്തിൽ നിന്ന് പോയപ്പോൾ ஆதி மனுஷன் அவன் பாவம் செய்து தோட்டத்தை விட்டு அவன் புறத்தாக்கப்பட்ட பொழுது ദൈവം അവിടെ വന്ന് അവനെ കാണുന്നില്ല. கர்த்தர் அவனை வந்து
തേടിന പൊഴുത് അവൻ இல்லை. ശബ്ദത്തോട് വിളിക്കുകയാണ്, ദുഃഖ ശബ്ദത്തോട് അழைத்தார், ശബ്ദമായി വിളിക്കുകയാണ്, சத்தத்தை உயர்த்தி அழைத்தார். ആദാമേ നീ എവിടെ, ஆதாமே நீ எங்கே இருக்கிறாய், ആദാമേ നീ എവിടെ, ஆதாமே நீ எங்கே இருக்கிறாய், നീ എവിടെയോ ഉണ്ട്, நீ എங்கேയോ இருக்கிறாய், എവിടെയോ നിൽക്കേണ്ടവനല്ല, நீ எங்கேயோ நிற்க வேண்டிய ஆள் அல்ல, ഇവിടെ എന്നോടുകൂടെ നിൽക്കേണ്ടവനാണ്. நீ இங்கே என்னோடு சேர்ந்து நிற்க வேண்டிய ஆள். ഉരുവാക്കപ്പെട്ട മനുഷ്യന് தேவனுடைய அதே ரூபத்தில் உண்டாக்கப்பட்ட மனுஷன் നിൽക്കേണ്ടതായ ഒരു സ്ഥലമുണ്ട്, அவன் நிற்க வேண்டிய ஒரு இடம் இருக்கிறது, ദൈവം നിർത്തിയ ഒരു സ്ഥലമുണ്ട്, கர்த்தர் அவனை நிறுத்திய ஒரு இடம் இருக்கிறது, അവിടെ കാണപ്പെടേണ്ടത് ആവശ്യമാണ്. அங்கேதான் அவன் இருக்க வேண்டும். അവനെ ദൈവം വിളിക്കുകയാണ്, அவனை கர்த்தர் அழைத்தார், അവൻ കറുത്തുപോയി, அவன் கருப்பாக மாறினான், അവൻ ഇരുണ്ടുപോയി, அவன் இருள் அடைந்தான், അവൻ അന്ധകാരത്തിലകപ്പെട്ടു പോയി, அவன் இருட்டினால் பிடிக்கப்பட்டான். അവനെ ദൈവം വിളിച്ച് വെളിച്ചമാക്കി മാറ്റുകയാണ്. கர்த்தர் அவனை அழைத்து இதோ வெளிச்சமாக மாற்றுகிறார். അവന്റെ വസ്ത്രമെല്ലാം നഷ്ടപ്പെട്ടു പോയി, அவனுடைய வஸ்திரம் எல்லாம் அவன் விட்டு நீங்கி വേറെ போனது. ഒരു വസ്ത്രം കൊടുത്തിട്ട് வேற ஒரு வஸ்திரத்தை அவன் ചില தந்தார், ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്യുകയാണ്. வேற ஒரு கிரியையை அவனுக்கு செய்தார். പാപത്തിലകപ്പെട്ട മനുഷ്യൻ, பாவத்தில் பிடிபட்ட மனுஷன், ദൈവസന്നിധി വിട്ട് ഓടിപ്പോയ മനുഷ്യൻ, தேவ சமூகத்தை விட்டு ஓடிப்போன ദൈവ மனுஷன், ശബ്ദം കേട്ട് தேவ சத்தத்தை அவன் கேட்ட ദൈവ பிறகு, സന്നിധിയിലേക്ക് വന്ന് தேவ சமூகத்தில் வந்த பிறகு ദൈവിക ക്രമീകരണത്തിന് അവൻ വിധേയനായി തീരണം. கர்த்தருடைய கிரியைக்கு அவன் ஒரு ஜெயாலியாக மாற வேண்டும். അതിനുവേണ്ടിയാണ് കർത്താവായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്. அதற்காகத்தான் கர்த்தராக இயேசு கிறிஸ்து இந்த உலகத்தில் യേശു அனுப்பினார். എന്ത് വിളിച്ചു പറയുന്നു? இயேசு கிறிஸ்து என்ன சொல்கிறார்? ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. நான் உலகத்தின் வெளிச்சமாக இருக்கிறேன். അപ്പോൾ ലോകം ഇരുണ്ടതാണോ? அப்பொழுது உலகம் இருட்டாகவா അതേ, இருக்கிறது? ലോകം ഇരുണ്ടതാണ്. ஆம், உலகம் இருட்டாகத்தான் இருக்கிறது. പാപത്തിലകപ്പെട്ട മനുഷ്യൻ ഇരുണ്ടവനാണ്. பாவத்தில் இருக்கிற மனுஷன் இருளில் தான் வசிக்கிறார். പാപത്തിലകപ്പെട്ട കുടുംബം ഇരുണ്ടതാണ്. பாவத்தில் இருக்கிற குடும்பம் இருட்டில் தான் இருக்கிறது. പാപത്തിൽ ജീവിക്കുന്ന സമൂഹം ഇരുണ്ടതാണ്. பாவத்தில் இருக்கிற சமூகம் இருளில் தான் പാപത്തിൽ இருக்கிறது. ജീവിക്കുന്ന ദേശം ഇരുണ്ടതാണ്. பாவத்தில் இருக்கிற தேசம் இருளில் தான் இருக்கிறது. മുഴു ലോകവും ഇരുളിന് വിധേയപ്പെട്ടു പോയി. அப்படி முழு உலகமும் இருளுக்கு அடிமையாக மாறிவிட்டது. യേശു ലോകത്തിന് വെളിച്ചമായി വന്ന് എന്ത് പറയുന്നു? கர்த்தராக இயேசு கிறிஸ்து உலகத்தில் வெளிச்சமாக வந்து என்ன சொல்கிறார்? എന്റെ അടുക്കലേക്ക് വരിക എന്ന് പറയുകയാണ്. என்னிடத்தில் வாருங்கள் என்று ഞാൻ அழைக்கிறார். നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കാം. நான் உங்களை இருளில் இருந்து விடுவிக்கிறேன். യേശു ലോകത്തിൽ വന്നപ്പോൾ இயேசு இந்த உலகத்தில் வந்த பொழுது എന്താണ് സംഭവിച്ചത്? என்ன நடந்தது? മത്തായി 4:14 വായിക്കുമ്പോൾ மத்தேயு 4 அதிகாரம் 14 வசனத்தை வாசிக்கும் பொழுது സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും சபிலோன் தேசம் நப்தாலி தேசத்தை பார்த்து ജാതികളുടെ ഗലീലയും ஜாதிகளுடைய கலிலேயை ഇങ്ങനെ பார்த்து ഇരുട്ടിൽ നിന്ന് ജനം വലിയൊരു വെളിച്ചം കണ്ടുവന്നാണ്. இருட்டில் நடந்த ஜனங்கள் பெரிய ஒரு வெளிச்சத்தை கண்டார்கள். വലിയൊരു വെളിച്ചം കാണുകയാണ്. பெரிய ஒரு வெளிச்சத்தை கண்டார்கள். പ്രിയ സഹോദരങ്ങളെ, பிரிய சகோதரர்களே, ലോകത്തിൽ അനേകർ അന്ധകാരത്തിൽ കഴിയുകയാണ്. உலகத்தில் அநேகர் இருளில் வாழ்கிறார்கள். എത്രയോ രാജ്യങ്ങളിൽ ഇപ്പോൾ ക്രിസ്തീയ പീഡനം നടന്നുകൊണ്ടിരിക്കുകയാണ്. அநேக ராஜ்யங்களில் கிறிஸ்தவர்களுக்கு பெரிய உபத்திரவம் ആരാധനാ நடக்கிறது. സ്ഥലങ്ങളിൽ കയറി വെടിവെച്ച് കൊല്ലുകയാണ്. ஆராதனை இடங்களில் சென்று வெடி வைத்துக் கொள்கிறார்கள். കൂട്ടമായി അവരെ കൊല്ലുകയാണ്. அநேகரை சாகடிக்கிறார்கள். ആരാധനാ സ്ഥലങ്ങൾ ഇടിച്ചു നിരത്തുകയാണ്. ஆராதனை ஸ்தலத்தை அவர்கள் സുവിശേഷ உடைக்கிறார்கள். പ്രവർത്തകരെ തേജോധം ചെയ്യുകയാണ്. சுவிசேஷ ஊழியத்தை செய்கிறவர்களை அவர் ജാതീയ அழிக்கிறார்கள். കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ஜாதிகள் இடையில் பயங்கர கலவரங்கள் ലോകം நடக்கிறது. ഒരു അസമാധാന മേഖലയായി മാറിയിരിക്കുകയാണ്. சமாதானம் இல்லாமை எல்லா இடத்திலும் கிரியை செய்கிறது. ഒരു ഭാഗത്ത് എന്ത് പറയുന്നു? ஒரு பக்கத்தில் என்ன சொல்கிறோம்? ലോകം വളരെ പുരോഗമിച്ചുവെന്ന് உலகம் முன்னேறுகிறது என்று சொல்கிறோம். പുരോഗമനവാദികൾ ഉച്ചസ്ഥരം ഘോഷിക്കുമ്പോൾ அவர் முன்னேற்றத்தை குறித்து அவர்கள் எடுத்து அழைத்து சொல்லும் பொழுது ലോകം ഒരു അസ്വസ്ഥ മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. சுகம் இல்லாத சந்தோஷம் இல்லாத உலகத்தை தான் நாம் பார்த்து கொண்டிருக்கிறோம். നിരാശയുടെയും നെടുവീർപ്പിന്റെയും നിലവിളി ഏറിക്കൊണ്ടിരിക്കുകയാണ്. துக்கமும் சமாதானம் இல்லாத சந்தோஷம் இல்லாத வாழ்க்கை தான் நாம் அனுபவித்துக் கொண்டிருக்கிறோம். വെളിച്ചം ഇല്ലാത്ത അവസ്ഥയിലാണ്. வெளிச்சம் இல்லாமை, എല്ലാവരും ഇരുളിൽ കഴിയുകയാണ്. எல்லாம் இருளாக மாறுகிறது. ലോകം ഇരുട്ടിന് മേഖലയായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. உலகம் இருளில் வசிக்கிறது. അന്ധകാര ഭൂമിയെ കൂരിട്ട് ജാതികളെയും മൂടുകയാണ്. அந்தகாரம் கூறியிருட்டும் ஜாதிகளை மூடும். ഒരു ചുരുങ്ങിയ പക്ഷം വെളിച്ചത്തിൽ കൂടെ മുൻപോട്ട് പോവുകയാണ്. கொஞ்ச ஜனம் மாத்திரம் தான் வெளிச்சத்தில் യേശു ஜீவிக்கிறார்கள். ലോകത്തിൽ വന്നപ്പോൾ അവരെല്ലാവരും വെളിച്ചം കണ്ടു. இயேசு உலகத்தில் வந்த பொழுது எல்லாரும் வெளிச்சத்தை യേശു பார்த்தார்கள். വെളിച്ചമെന്ന് എങ്ങനെ പറയാൻ സാധിക്കുന്നു? இயேசு வெளிச்சம் என்று எப்படி சொல்ல முடியும்? യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് இயேசு கிறிஸ்து கல்வாரி சிலுவையில் அறையப்படும் பொழுது 26:45 വായിക്കുമ്പോൾ மத்தாய் 26 அதிகாரம் 40 வசனத்தை வாசிக்கும் பொழுது ദേശമെല്ലാം ഇരുട്ടായി എന്ന് കാണുകയാണ്. தேசம் முழுதும் இருள் அடைந்தது. യേശുവിനെ ക്രൂശിക്കുമ്പോൾ இயேசு கிறிஸ்துவை சிலுவையில் அறைந்த பொழுது യേശുവിന്റെ മരണത്തോടുകൂടി இயேசுவின் மரணத்தோடு கூட ലോകം അവിടെ എല്ലാം ഇരുട്ടായി എന്ന് വായിക്കുകയാണ്. உலகம் முழுவதும் இருண்டாய் என்று യേശു வாசிக்கிறோம். ലോകത്തിന്റെ വെളിച്ചമാണ്. இயேசு உலகத்தின் வெளிச்சமாக ആ இருக்கிறார். വെളിച്ചം എന്ന് പറയുന്നു, அந்த வெளிச்சம் என்ன ഞാൻ சொல்லுகிறது? നിങ്ങളെ ആ അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കാം. நான் உங்களை ஆச்சரியமான வெளிச்சத்துக்கு நேராக உங்களை ഒരു நடத்துகிறேன். നിത്യതയെ ദൈവം ഒരുക്കുകയാണ്. ஒரு நித்தியதா கர்த்தர் அவருக்காக അവിടെ ഒരുക്കുകയാണ്. വെളിച്ചമാണ്. நித்தியதம் கர்த்தர் அவர்களுக்கு ஆயத்தம் അവിടെ பண்ணுகிறார். സൂര്യനോ ചന്ദ്രനോ ആവശ്യമില്ല. அங்கே சூரியன் இல்லை, சந்திரன் இல்லை. അവിടെ കുഞ്ഞോട് തന്നെ അതിന്റെ വിളക്കാണ്. ஆட்டுக்குட்டியானவர் அதன் வெளிச்சமாக இருப்பார். ശ്രീയേശുരാജൻ മേഘത്തേറിൽ വരുമെന്നൊരു പാട്ടുണ്ട്. ஒரு பாட்டு இயேசு അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, அந்த பாட்டில் இப்படி வாசிக்கிறோம். കുഞ്ഞാടു തന്നെ അതിൽ ദീപമാകയാൽ സൂര്യചന്ദ്രാദികൾ
ആവശ്യമില്ലല്ലോ, സൂര്യചന്ദ്രാദികൾ ആവശ്യമില്ലല്ലോ, ശ്രീ യേശുരാജൻ മേഘത്തേരതിൽ സിദ്ധരെ ചേർക്കുവാൻ ശീഘ്രമായി വന്നിടും, സിദ്ധരെ ചേർക്കുവാൻ ശീഘ്രമായി വന്നിടും. വെളിച്ചമില്ലാത്ത ഒരു നാട്, വെളിച്ചം നിറഞ്ഞ അന്ധകാരമില്ലാത്ത ഒരു നാട്, അന്ധകാരം ഇരുളില്ലാத ഒരു വെളിച്ചം നിറഞ്ഞതായ ഒരു സ്ഥലം. വെളിച്ചം നിറഞ്ഞ ഒരു ഇടം. നിത്യതയിൽ അങ്ങനെ രണ്ട് സ്ഥലത്തെ പറ്റി പറയുന്നുണ്ട്. നിത്യത്തിൽ இரண்டு இடங்களை குறித்து வாசிக்கிறோம். ഒന്ന് പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കുകയാണ്. ஒன்று பிதாவின் ராஜ்யத்தில் சூரியனை போல സൂര്യൻ பிரகாசிக்கிறது. വെളിച്ചം കൊടുക്കുന്ന ഒരു ഗോളമാണല്ലോ. சூரியன் வெளிச்சத்தை தருகிற ஒரு സൂര്യനെ പോലെ ശോഭിക്കുകയാണ്. சூரியனை போல பிரகாசிக்கிறார்கள். അവിടെ സൂര്യൻ അസ്തമിക്കുകയില്ല, அங்கே சூரியன் அஸ்தமிப்பதில்லை, എപ്പോഴും വെളിച്ചമാണ്. எப்பொழுதும் வெளிச்சம் தான். മറ്റൊരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ மற்ற பகுதியில் பார்க்கும் பொழுது ഏറ്റവും പുറത്തുള്ള ഇരുട്ട്, ഏറ്റവും அதிகமாக இருக்கிற இருள், വലിയ ഇരുട്ട് இருள் நிறைந்த இடம், അവിടേക്ക് തള്ളുകയാണ്. அங்கேதான் தள்ளி விடுகிறார். സ്നേഹിതരെ, ഈ ലോകത്തിൽ തന്നെ നാം ചിന്തിച്ചാൽ, நண்பர்களே, இந்த உலகத்தை பார்க்கும் பொழுது, വിദേശ രാജ്യങ്ങളിലൊക്കെ ജയിലുകളെ പറ്റി അന്വേഷിച്ചാൽ, ജയിലുകളെ குறித்து അനേക ദേശത്തെ குறித்து நாம் വെളിച്ചമില്ല, ഇരുൾമുറികളിലാണ് കുറ്റവാളികളെ പാർപ്പിക്കുന്നത്. குற்றவாளிகளை அவர்கள் இருட்டு அறையில் தான் அவர்கள் அடைக்கப்படுகிறார்கள். പോലും വെളിച്ചമില്ല. வெளிச்சமே இல்லாத അങ്ങനെയാണ് ഈ ലോകത്തിൽ ആളുകളെ ശിക്ഷിക്കുന്നത്. அப்படித்தான் இந்த தேசத்தில் നിത്യതയിലും അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് കാണുന്നു. நித்தியத்தில் அப்படிப்பட்ட ஒரு இடமும் இருக்கிறது. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകരുത്, அப்படிப்பட்ட இடத்துக்கு போகக்கூடாது, അന്ധകാരത്തിലേക്ക് പോകരുത്, இருளுக்கு போகக்கூடாது. അന്ധകാരത്തിൽ കിടക്കുന്ന ജനമേ, அந்தகாரத்தில் இருக்கிற ஜனங்களே, സമാധാനമില്ലാത്തവരെ, சமாதானம் இல்லாதவர்களே, സ്വസ്ഥതയില്ലാത്തവരെ, நிம்மதி இல்லாதவர்களே, യേശു വിളിക്കുന്നു, உங்களை அழைக்கிறார். എന്റെ അടുക്കലേക്ക് വരിക, என்னிடத்தில் வாருங்கள், ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. நான் உங்களுக்கு இளைப்பாறுதலை தருவேன். കഴിഞ്ഞ സമയത്ത് ഒരു യുവജന ക്യാമ്പിന് கடந்த ஒரு நாளில் நடந்த யூத் மீட்டிங்கில் ഒരു 10-12 വയസ്സുള്ള ഒരു പെൺകുട്ടി പ്രസംഗിച്ചപ്പോൾ, அந்த வாலிப கூட்டத்தில் ஒரு 10 வயது உள்ள பெண் പ്രസംഗത്തിന്റെ ഇടയിൽ അവൾ ഈ വാക്യം വായിച്ച് പ്രസംഗിച്ചപ്പോൾ அவள் பிரசங்கித்த பொழுது இந்த வார்த்தை சொல்லி ഇടയ്ക്ക് ഇങ്ങനെ പറയുകയുണ്ടായി, அவள் இப்படி சொன்னாள், എന്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാമെന്ന്. என்னிடத்தில் வாருங்கள், நான் உங்களுக்கு இளைப்பாறுதல் தருவேன் என்று சொன்னாள். അമേരിക്കൻ പ്രസിഡന്റ് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? அமெரிக்க பிரசிடென்ட் அப்படி சொல்ல முடியுமா? ഏറ്റവും വലിയ രാജ്യം അമേരിക്കയാണല്ലോ. அமெரிக்கா தான் எல்லாவற்றிலும் பெரிய അങ്ങനെ நாடு. പറയാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിനെ ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആ കുട്ടി ചോദിച്ചപ്പോൾ, அந்த வல்லரசு நாளில் அந்த பெரிய அதிகாரி அப்படி சொல்ல முடியுமா என்று ആളുകൾ ഉണരുകയുണ്ടായി. பெண் கேட்ட பொழுது எல்லாரும் ലോകത്തിൽ ആരും உணர்ந்தார்கள். അങ്ങനെ പറയുന്നില്ല, உலகத்தில் யாரும் அப்படி சொல்ல യേശു முடியாது. അല്ലാതെ ആരും അങ്ങനെ പറയുന്നില്ല. இயேசுவை அல்லாமல் யாரும் அப்படி சொல்ல ആ முடியாது. ശബ്ദം കേട്ട് വെളിയെ വരേണ്ടതാണ്, அந்த சத்தத்தை கேட்டு வெளியே வாருங்கள், വെളിച്ചത്തിലേക്ക് പ്രവേശിക്കണം. வெளிச்சத்தில் பிரவேசியுங்கள். ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ എന്താണ് കാണുന്നത്? ஆதியாகம புத்தகத்தை வாசிக்கும் பொழுது വെളിച്ചം ഉണ്ടാകട്ടെ ദൈവം കൽപ്പിക്കുകയാണ്. வெளிச்சம் உண்டாகட்டும் என்று அவர் கட்டளை கொடுத்தார். അന്ന് ലോകം മുഴുവനും ഇരുളിലാണ്. அப்பொழுது உலகம் முழுவதும் இருளில் தான் இருந்தது. വെളിച്ചം ഉണ്ടാകട്ടെ, வெளிச்சம் உண்டாவதாக, വെളിച്ചം ഉണ്ടാകട്ടെ. உண்டாவதாக. അങ്ങനെ അരുളി ചെയ്തവനായ ദൈവം ദൈവസഭയിലും അങ്ങനെ അരുളി ചെയ്യുകയാണ്. அப்படி கட்டளையிட்ட தேவன் சபையை பார்த்தும் அப்படித்தான் இன்றைக்கும் கட்டளையிடுகிறார். 2 കൊരിന്ത്യർ 4-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ, 2 கொரிந்தியர் 4-ാம் அதிகாரம் 6-ാം வசனத்தை வாசிக்கும் பொழுது, ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉരുവാകണമെന്ന് കൽപ്പിച്ചവനായ ദൈവം, இருட்டிலிருந்து வெளிச்சத்தை உண்டாக்க அவர் கட்டளையிட தேவன் ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് தேவனுடைய மகிமையின் மேன்மை விளங்கும்படியாக മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുകയാണ്. மனுஷனுடைய இருதயத்தில் அவர் பிரகாசித்துக் கொண்டிருக்கிறார். മനുഷ്യന്റെ ഹൃദയത്തെ ഇരുൾ മൂടിയിരിക്കുകയാണ്. மனுஷனுடைய இருதயத்தில் இருள் ആ சூழ்ந்திருக்கிறது. ഇരുൾ മാറിയിട്ട് ഇവിടെ പ്രകാശമായി തീരണം. அந்த இருள் மாறி வெளிச்சமாக மாற வேண்டும். അതെ, അങ്ങനെ ചെയ്തേ മതിയാകുള്ളൂ. அப்படி அவர் சொன்னால் தான் நடக்கும். ലോകത്തിൽ നടന്ന ന്യായവിധിയുടെ പരമ്പരയെ പറ്റി നാം ചിന്തിച്ചാൽ, உலகத்தில் வரப்போகிற நியாய விதிகளை குறித்து நாம் யோசிக்கும் பொழுது ഓരോ തലമുറയിലും ദൈവം ന്യായം വിധിക്കുന്നതായി കാണുന്നു. ஒரு ஒரு தலைமுறையிலும் கர்த்தர் நியாய தீர்ப்பதை நாம் பார்க்கிறோம். ആദ്യമ തലമുറ ദൂതന്മാരെയാണ് ന്യായം വിധിക്കുന്നത്. முதலாவது தேவ தூதர்களை தான் அவர் நியாயம் விதித்தார். അവരുടെ ഹൃദയത്തെ ദൈവം നോക്കിയപ്പോൾ அவருடைய ஹிருதயத்தை கர்த்தர் பார்த்த பொழுது ഇങ്ങനെയല്ലോ ഹൃദയത്തിൽ പറഞ്ഞത്, இப்படித்தான் இருதயத்தில் அவர்கள் சொன்னார்கள். അവരെ വെട്ടി താഴെയിട്ട് കളഞ്ഞു. அவர்களை கர்த்தர் கீழே தள்ளி விட்டார். ഓരോ തലമുറയിലും അങ്ങനെയാണ്. ஒரு ஒரு தலைமுறையிலும் அப்படித்தான் செய்தார். നോഹയുടെ കാലത്തെ നോക്കിയാൽ நோவோட காலத்தை பார்த்த ദൈവം பொழுது മനുഷ്യന്റെ ഹൃദയത്തെ നോക്കി கர்த்தர் மனுஷனுடைய இருதயத்தை பார்த்தார். ബാഹ്യമായി ഒന്നും നോക്കുന്നില്ല. வெளி வேஷத்திலே பார்ப்பது, വസ്ത്രധാരണമോ മറ്റൊന്നും നോക്കുന്നില്ല. வஸ்திரத்திலே துணியிலே அவர் பார்ப்பது, വീടിന്റെ അലങ്കാരം നോക്കുന്നില്ല. வெளி தோற்றத்திலே அவர் பார்ப்பது, വാഹനത്തിന്റെ മാഹാത്മ്യം നോക്കുന്നില്ല. வாகனம் வண்டியிலே அவர் അതുമായി பார்ப்பது, ഇരിക്കുന്ന പാസ്ബുക്കോ ചെക്ക് ബുക്കോ നോക്കുന്നില്ല. உங்கள் கையில் இருக்கிற பணத்தை இல்ல செக் புக்கை அவர் பார்ப்பது. ആ തലമുറയെ
ദൈവം നോക്കിയപ്പോൾ அந்த தலைவரின் இருதயத்தை அவர் பார்த்த பொழுது മനുഷ്യന്റെ ഹൃദയം ദോഷമുള്ളതായി കാണുകയാണ്. மனுஷனுடைய சிந்தைகள் நித்தமும் അവിടെ பாப்பாக இருந்தது. ഹൃദയത്തെയാണ് നോക്കിയത്. அவருடைய ഹൃദയத்தை தான் ഇനി பார்த்தார். അവസാന കാലത്ത് എന്ത് ചെയ്യുന്നു? கடைசி நாட்களில் என்ன செய்கிறார்? ഹൃദയത്തെ നോക്കുകയാണ്. அவர் ഹൃദയத்தை தான் நோக்கி பார்க்கிறார். 1 കൊരിന്ത്യർ 4-5 വാക്യം വായിക്കുമ്പോൾ 1 கொரிந்தியர் 4 அதிகாரம் 5 வசனத்தை வாசிக்கும் பொழுது സമയത്തിന് മുമ്പേ ആരും ഒന്നും വിധിക്കരുത്. நேரத்துக்கு முன்பாக நீங்கள் நியாய விதி செய்யக்கூடாது. സമയത്തിന് മുമ്പേ വിധിക്കരുത്. நேரத்துக்கு முன்பாக நியாய விதி അത്ഭുത செய்யக்கூடாது. പ്രകാശത്തിൽ എത്തും വരെയും அற்புதமான இந்த வெளிச்சத்துக்கு வரும் ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കണം. தேவ கிருபையில் நாம் நம்பி ஜீவிக்க வேண்டும். അവൻ പുറം ആ വാക്യം വായിച്ചാട്ട്. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത്. ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. അപ്പോൾ ഇരുളെന്ന് പറഞ്ഞാൽ എന്താണ്? இல்லை என்று சொன்னால் என்ன நடக்கும்? ഹൃദയവും ഹൃദയത്തിന്റെ ആലോചനയുമാണ് ഇരുൾ. இருள் என்று சொல்வது இருதயத்தில் இருக்கிறதான ஆலோசனைகள். പ്രിയ സ്നേഹിതരേ, பிரிய நண்பர்களே, പ്രിയ സഹോദരങ്ങളെ, സഹോദരர்களே, ഇരുളെന്ന് പറഞ്ഞാൽ എന്താണ്? இருள் என்று சொல்ல முடியாது என்னத்தை காண்பிக்கிறது? ഹൃദയത്തെയും ഹൃദയത്തിന്റെ ആലോചനകളെയും പറ്റി കാണുകയാണ്. இருதயத்தின் யோசனைகளை இது வெளிப்படுத்துகிறது. ഇതൊന്നും അധികം പേര് ചിന്തിക്കാറില്ല. அநேகர் இதை யோசிப்பதில்லை. ഈ വാക്യം സാധാരണ ആരും ഓർക്കത്തുമില്ല. இந்த வசனத்தை அநேகர் ஞாபகப்படுத்துவதில்லை. ഇന്ന് ആണ്ടവസാന മീറ്റിംഗിന് വാഗ്ദത്തമായിട്ടും ഇത് കിട്ടി കാണുകയില്ല. இந்த வசனம் வருஷத்தின் ஆண்டு இறுதியிலே வாக்குத்தத்தமாக கிடைப்பதில்லை. ആ വർഷാവസാനം അനേക വാഗ്ദത്തങ്ങൾ കൊടുത്ത് കാണാം. ஆண்டு இறுதியில் அநேக வாக்குத்தத்தங்கள் பெற்றிருப்பீர்கள். இந்த വാഗ്ദത്തം കിട്ടി കാണുമോ എന്ന് അറിയുന്നില്ല. ஆனால் இந்த வசனத்தை யாரும் உங்களுக்கு കിട്ടാൻ தரமாட்டார்கள். സാധ്യത കുറവാണ്. இதை யாருமே உங்களுக்கு தரமாட்டார்கள். എന്താണ് കിട്ടാത്തത്? ஏன் தரமாட்டார்கள்? അത് എഴുതിയിട്ടിട്ടില്ല. இந்த வசனத்தை யாரும் எழுதுவதில்லை. എഴുതാത്ത എന്താണെന്ന് അവരോട് ചോദിച്ചേ അറിയാവൂ. அவர்கள் எழுதுவதில்லை. காரணம் அவர்களை தான் கேட்க வேண்டும். ഹൃദയത്തെ നോക്കും, இருதயத்தை அவர் பார்க்கிறார். അന്ത്യ ന്യായവിധി അങ്ങനെയാണ്. கடைசி தீர்ப்பு அப்படித்தான் இருக்கும். അന്ത്യ ന്യായവിധി അങ്ങനെയാണ്. கடைசியான நியாய தீர்ப்பு அப்படித்தான். ഞാൻ താഴ്മയും സൗമ്യതയുള്ളവനാകയാൽ நான் சாந்தமும் தாழ்மையும் உள்ளவன் ஆனவன். എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. என்னுடைய நுகத்தை ஏற்றுக்கொண்டு என்னை கற்றுக்கொள்ளுங்கள். ഹൃദയത്തെ പരിശോധിക്കുകയാണ്. ஹிருதயத்தை ஆராய்ந்து பார்க்கிறார்கள். ആ ഹൃദയം ശരിയായെങ്കിലേ കാര്യം ശരിയാകുകയുള്ളൂ. அந்த ஹிருதயம் சரியாக இருந்தால் தான் காரியமும் சரியாக இருக்கும். ഹൃദയത്തെ പരിശോധിച്ച് ஹிருதயத்தை ஆராய்ந்து பார்த்து ഇരുട്ടിൽ ഉള്ളത് വെളിച്ചത്താക്കി இருட்டை வெளிச்சமாக மாற்றி പ്രവൃത്തിക്ക് പ്രതിഫലം കൊടുക്കുകയാണ്. கிரியைக்கு அவர் பிரதிபலனை அவர் தருகிறார். ദൈവസന്നിധിയിൽ താഴുക, தேவ சமூகத்தை நாம் വചനത്തിന്റെ தாழ்த்துவோம். മുൻപാകെ വിറയ്ക്കുക, கர்த்தருடைய വചനത്തിന് മുമ്പാக നടുങ്ങുவோം. വചനത്തെ ഭയപ്പെടുക. വചനത്തിന് മുമ്പാக ഭയപ്പെടുவோம். ഇന്നും ആരും അറിയാത്ത എത്രയോ കാര്യങ്ങൾ ഹൃദയത്തിന്റെ അകത്ത് മറച്ചു വെച്ചിരിക്കുകയാണ്. அநேகருக்கு தெரியாத ரகசிய காரியங்கள் அநேகர் ஹிருதயத்தில் ஒளித்து ആ வைத்திருக்கிறார்கள். കാര്യങ്ങൾ വെളിയെ കൊണ്ടുവരും. அந்த காரியங்கள் வெளியே வரும். അതിന് മുന്നമേ വെളിയെ കളയുക. அதற்கு முன்பாகவே நீங்கள் அறிக்கை செய்து அதை விட்டுவிடுங்கள். മനസ്സാക്ഷിക്ക് വിരുദ്ധമായ കാര്യങ്ങളെ വിട്ട് കളയുക. மனசாட்சிக்கு விரோதமான காரியங்களை விட்டுவிடுங்கள். പരീക്ഷകളും പ്രയാസങ്ങളും വരാം. கஷ்டங்கள், சோதனைகள், பரீட்சைகள் வரும். തെറ്റുകൾ സംഭവിക്കാം. தவறுகள் வரும். അത് ഉടനെ ഉപേക്ഷിക്കണം. ஆனால் உடனே அதை விட்டுவிட வேண்டும். എപ്പോഴും അങ്ങനെ സംഭവിക്കാമെന്ന് പറയരുത്. எப்பொழுதும் அப்படிதான் வரும் என்று അറിയാത്ത சொல்லப்படுகிறது. കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. அறியாமல் காலத்தில் கர்த்தர் காலாவரை போயிருந்தார். ഓരോ പ്രിയ സഹോദരങ്ങളെ, ஆனால் இங்க வந்திருக்கிற எல்லா சகோதரர்களே, ഹൃദയത്തെ നിങ്ങളൊന്ന് ശോധന ചെയ്യുക. உங்கள் இருதயத்தை ஆராய்ந்து பாருங்கள். ഒരിക്കലും മറവായിരിക്കുകയില്ല. ஒருபோதும் அது மறைப்பதில்லை. ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്. சிலர் இப்படி சொல்லுவார்கள். കഴിഞ്ഞ ഞാൻ ഈ സഭായോഗത്തിന് വന്നു, நான் ஞாயிற்றுக்கிழமை ஆராதனைக்கு வந்தேன். സാക്ഷിയൊന്നും പറയണ്ടെന്ന് വിചാരിച്ചാണ് വന്നത്. சாட்சி சொல்லக்கூடாது என்று தான் யோசித்து கொண்டு வந்தேன். അന്നക്കൊച്ചമ്മയുടെ പ്രവചനം എന്റെ ഹൃദയത്തെ തൊട്ടു. அண்ணாமச்சி அவர்கள் தீர்க்கதரிசனம் சொன்னார்கள். அந்த தீர்க்கதரிசனம் എന്റെ പഴയ പാപങ്ങളെല്ലാം വെളിപ്പെടുത്തി തന്നു. என்னுடைய பழைய பாவங்கள் எல்லாம் வெளிப்படுத்தி தந்தார். അത് വെറും പോഷ്കാണ്. அது வெறும் பொய் தான். ആരുടെയും പാപം മറഞ്ഞിരിക്കുകയില്ല. யாருடைய பாவம் மறைந்திருப்பதே இல்லை. എത്ര ലോഡ് മണ്ണ് കൊണ്ടതിന്റെ പുറത്തിട്ടാലും അത് താഴുകയില്ല. எத்தனை பெரிய மண் எடுத்து இட்டாலும் அது தீ അത് അറബിക്കടലിൽ കൊണ്ട് മുക്കിയാലും അത് താഴുകയില്ല. அரபிக்கடலில் கொண்டு இட்டாலும் அது അതെല്ലാം അവനവന്റെ മുൻപിലുണ്ട്. அவரோட முன்பாக இருக்கிறார். അവിടെയും പോഷ്ക വെളിപ്പെടുത്തുകയാണ്. அங்கேயும் பொய்யை தான் வெளிப்படுத்துகிறார். അത് എന്റെ കുറ്റമെല്ലാം വെളിപ്പെടുത്തി തന്നു. குற்றத்தை எல்லாம் வெளிப்படுத்தினார். ഇപ്പൊ അന്നച്ചേട്ടതിയാണ് നിന്റെ ദൈവം. அவர் தான் இப்ப தீர்க்கதரிசனம் சொன்னவர் தான் ഇപ്പൊ தேவனாக. ദൈവമല്ല, அவர் தேவன் அல்ல, മനുഷ്യനാണ് ദൈവം. மனுஷன் அல்ல ഇങ്ങനെ தேவன். അങ്ങോട്ട് പറഞ്ഞാൽ ഒരുപാട് നൂലാമാലകളുണ്ട്. அப்படிப்பட்ட அநேக குழப்பங்கள் இருக்கிறது. ഇതൊക്കെ അങ്ങ് ചേർത്ത് കൊണ്ടുപോവുകയാണ്. இதெல்லாம் சேர்த்து கொண்டு അധികം ചിന്തിക്കുന്നില്ല. அவர்கள் யோசிப்பதில்லை. ആരും പറയുന്നില്ല. யாரும் சொல்வதும் இல்லை. ഉത്തരവാദിത്തപ്പെട്ടവരും പറയുന്നില്ല. உத்தரவாதத்தில் இருக்கிறவங்க ആ சொல்வதில்லை. കുടുംബത്തെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു എന്ന് പറയുകയാണ്. அந்த കുടുംബത്തെ கர்த்தர் ஆசீர்வதித்தார் என்று சொல்லி പിള്ളേരെല്ലാം യുകെയിലും അയർലൻഡിലും ഒക്കെയാണ്. யூகேயில் இருக்கிறார்கள். അയ്യോ, കുടുംബത്തെ കർത്താവ് അങ്ങ് അനുഗ്രഹിച്ചു. குடும்பத்தை ஆசீர்வதித்தார் അത് என்று നല്ലതാണ്. சொல்லுகிறார். அது நல்லதுதான். വിശ്വസ്തരായി ജീവിക്കട്ടെ, உண்மையாக ഉപജീവന ஜீவிக்கட்டும். മാർഗം നടത്തട്ടെ. அவர்கள் வாழ்க்கை പക്ഷേ ഒരു കാര്യം, ஆனால் ஒரு காரியம், ഹൃദയത്തിൽ ഇരുൾ വയ്ക്കാൻ പാടില്ല. இருதயத்தில் இருளை வைக்க கூடாது. പ്രകാശത്തിലേക്ക് പോകുവാൻ കഴിയയില്ല. வெளிச்சத்தில்
நேராக போக ദൈവം முடியாது. മുൻപാകെ താഴണം, கர்த்தர் முன்பாக தாழ்த்த வேண்டும். കണ്ണുനീർ ഒഴുക്കണം. கண்ணீர் சொரிய ഹൃദയം வேண்டும். നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. இருதயம் தகர்ந்தவருக்கு கர்த்தர் അതിന് പഴക്കമല്ല ആധാരമായിരിക്കുന്നത്, அதெல்லாம் பழக்கங்களாக இருக்கு. സഭയല്ല ആധാരമായിരിക്കുന്നത്, சபையல்ல அதனுடைய ஆதாரம். ഐഡന്റിറ്റി കാർഡല്ല ആധാരമായിരിക്കുന്നത്. ஐடென்டி கார்டு அல்ல ஆதாரம். യെശയ്യാ 57:15 വായിക്കുമ്പോൾ യേശയ്യാ 57-ാം അധികാരം ഇമ്മാനുവേൽ നമ്മോട് കൂടെ ഇരിക്കണമെങ്കിൽ ഇമ്മാനുവേൽ ദേവൻ നമ്മോട് കൂടെ இருக்க வேண்டும் என்றால் മനസ്താപവും മനോവിനയം ഉള്ളവനോട് കൂടെ ഞാൻ വസിക്കുന്നു. മനസ്താപത്തോடு நொறுங்கிய இருதயத்தோடு இருக்கிறவனோடு நான் கூட இருக்கிறேன். അല്ലാതെ മറ്റൊരു സഭയുടെ പേര് പറയുകയല്ല, சபைய பேரல்ல அவர் മറ്റു சொல்வது, കാര്യങ്ങൾ പറയുകയല്ല. மற்ற பேரல்ல அவர் சொல்வது. മനസ്താപവും മനോവിനയവും நொறுகுண்ட இருதயத்தையும் நறுகுண்ட ஹிருதயம் ഞാൻ உள்ளவர். താഴ്മയും സൗമ്യതയുള്ളവനാകയാൽ நான் சாந்தமும் தாழ்மையும் உள்ளவனாக இருக்கிறேன். എന്നോട് പഠിപ്പീൻ. ஆகவே என் நுகத்தை നമുക്ക് எடுத்து പഠിക്കാൻ கொள்ளுங்கள். நாம் கற்றுக்கொள்வோம் பிரியமான അധ്യാപകരെ നോക്കി പഠിക്കാം, ஆசிரியர்களை கண்டு நாம் പിതാവിന്റെ படிப்போம். കൽപ്പനകളെ പഠിക്കാം, பிதாவின் கற்பனைகளை நாம் പുത്രന്റെ படிப்போம். കൽപ്പനകളെ പഠിക്കാം, குமாரனுடைய கற்பனைகளை நாம் படிப்போம். പരിശുദ്ധാത്മാവിന്റെ ഉപദേശത്തിന് വിധേയപ്പെടാം. பரிசுத்தவானுடைய உபதேசத்தை நாம் சேர்ந்து போவோம். ശരിയായ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. சரியான காரியத்தை நாம் கற்றுக்கொள்வோமாக. ഹൃദയത്തിൽ വസിക്കുകയാണ്, ஹிருதயத்தில் അത് அதெல்லாம் വെളിയെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ஹிருதயத்தில் இருக்கிறது வெளியே கர்த்தர் கொண்டு ഇരുട്ടിനെ வருவார். നമുക്ക് അകറ്റിക്കളയാം, அதெல்லாம் நாம் மாற்றி விடுவோம். ഇരുട്ടുമായിട്ടൊരു ബന്ധം നമുക്ക് വേണ്ട, இருட்டோடு இருக்கிற சம்பந்தம் வேண்டாம். വെളിച്ചത്തെ അനുഗമിക്കാം. வெளிச்சத்தில் நாம் நடப்போம். ഇമ്മാനുവേൽ വെളിച്ചമാണ്, இம்மானுவேல் தேவன் ദൈവം வெளிச்சமானவர். നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ தேவன் நம்மோடு இருக்கிறார் என்று சொல்லுகிற இம்மானுவேல். ഭയങ്കരമായ ന്യായവിധി വരുവാൻ പോകുന്നു. ஒரு பயங்கர நியாயவிதி வரப்போகிறது பிரியமானவர்களே. ന്യായവിധി വരുവാൻ പോകുന്നു പ്രിയമുള്ളവരെ. பெரிய நியாயவிதி உலகத்தை பார்த்து வரப்போகிறது. 1979 1972 ஆண்டு ഞാൻ ഒഴുവാറ എന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ ഒരുപാട് എന്റെ സ്ഥലത്തിൽ ഞാൻ ഒരു തങ്ങുന്ന സഭായോഗത്തിന് ഒരു ആത്മീയ പ്രചോദനം ഉണ്ടായി. அப்ப அங்க ஒரு ஞாயிற்று ஆராதனையில ஒரு பெரிய ஆவிக்குரிய எழுப்புதல் உண்டானது. ശുദ്ധീകരണ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞു, சுத்திகரிப்பு கூட்டத்தில் நான் சொன்னேன், നിന്റെ സഹോദരന് നിന്നോട് വല്ലതും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ உன்னுடைய சகோதரன் பேரில் உனக்கு ஒரு குறைவு என்று മുൻപേ நினைத்தால் പോയി അത് നികത്തിക്കൊള്ളുക എന്ന് പറഞ്ഞു. நீ முன்பே சென்று அதை நீ ഈ സഹോദരൻ ആരാണ്? இந்த சகோதரன் யார்? ഒരു അക്ഷരികമായ സഹോദരൻ മാത്രമല്ല, இவர் எழுத்தின்படியான சகோதரன் மாத்திரமல்ல, നമ്മുടെ സഹോദരൻ കർത്താവായ യേശുക്രിസ്തുവാണെന്ന് വേദപുസ്തകം പറയുന്നു. நம்முடைய சகோதரன் அவர் கர்த்தராகிய இயேசு கிறிஸ்து என்று ആ സഹോദരനോട് നിന്നോട് വല്ലതും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ அந்த சகோதரனோட உனக்கு ஒரு குறைவு உண்டு என்று നീ അത് நினைத்தால் ക്രമീകരിച്ചു കൊള്ളണം. நீ சென்று രണ്ടാമത് മനുഷ്യനോടും நீ சரியாக்கிக் கொள்ள வேண்டும். ഒരു സഹോദരൻ എഴുന്നേറ്റ് സാക്ഷ്യം ஒரு പറയുകയുണ്ടായി. சகோதரன் எழுந்து சாட்சி சொன்னார், ദൈവത്തോടും ആ സഹോദരനോടും എനിക്ക് നല്ല മനസാക്ഷിയില്ല, எனக்கு அந்த மனுஷனோடு ஒரு മറ്റു ചിലരോടും നല്ല മനസാക്ഷിയില്ല. சிலரோடு நல்ல மனசாட்சி ഞാൻ இல்லை. ഇന്ന് തന്നെ പോയി എന്റെ കാര്യങ്ങൾ ക്രമീകരിക്കും. இன்றைக்கே நான் சென்று என்னுடைய காரியங்களை ஒழுங்குபடுத்துகிறேன். ഒരു നല്ല സഹോദരനാണ്, ஒரு நல்ல சகோதரன் தான். ജോൺ എന്നാണ് പേര്. அவர் பேர் சகோதரன் ஜான். തിരുവനന്തപുരം സ്വദേശിയാണ്. அவர் திருவனந்தபுரத்தில் இருக்கிறார். അന്ന് പോയി കാര്യങ്ങൾ ക്രമീകരിച്ചു, அன்றைக்கு சென்று ஒழுங்குபடுத்தி ദൈവത്തോട് ഐക്യപ്പെട്ടു, கர்த்தரோடு ஐக்கியம் മനുഷ്യനോട് ഐക്യപ്പെട്ടു, മനുഷ്യനോട് ചേർന്നു നല്ല മനസാക്ഷി പാലിച്ചു. நல்ல மனசாட்சி பெற்றுக்கொண்டார். 2-3 ദിവസത്തേക്ക് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. 2-3 நாட்கள் பிறகு இந்த உலகத்தை விட்டு ഒരു അസുഖമില്ലാത്ത വ്യക്തിയാണ്. ஒரு வியாதியும் இல்லாத மனிதன். കാലങ്ങളെയും സമയങ്ങളെയും നമ്മൾ അറിയുന്നില്ല. நேரத்தையும் காலத்தையும் அறிவதில்லை. മനുഷ്യന്റെ കാലഗതിയെ ദൈവം നിയമിക്കുന്നു, மனுஷனுடைய காலகட்டத்தை கர்த்தர் நிறுத்தி ദൈവം வைத்திருக்கிறார். അത് നിയന്ത്രിക്കുന്നു. கர்த்தர் அதை தான் நடத்துகிறார். തമ്പുരാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. கர்த்தர் தான் இதை நடத்தி கொண்டிருக்கிறார். ഇതൊക്കെ ഓർക്കുന്നുണ്ടോ? நாம் இதை நினைக்கிறோமா? സ്നേഹിതരേ, ഇതൊക്കെ ഓർക്കുന്നുണ്ടോ? நண்பனே, நீ இதை நினைவு கூறுகிறாயா? നമുക്ക് ഭയപ്പെടാം. நாம் பயப்படுவோமாக. കണ്ണുകൾ നിറയട്ടെ, கண்ணீர் உண்டாகட்டும், നുറുങ്ങട്ടെ, நம்முடைய ஹிருதயம் நொறுங்கட்டும், മനസ്താപപ്പെടാം, நமக்கு மனஸ்தாபம் உண்டாகட்டும், മനോവ്യസനമുള്ളവരായി തീരാം. நமக்கு மனதில் கசப்பு உண்டாகட்டும். അങ്ങനെയുള്ളവരോടുകൂടെ ഇമ്മാനുവേൽ വസിക്കുകയാണ്. அப்படிப்பட்டவர்களோடு இம்மானுவேல் தேவன் கூட இருக்கிறார். അവരിൽ ദൈവിക ചൈതന്യം പകരുകയാണ്, ஆவிக்குரிய ஜீவனை அவர்கள் ദൈവ ஊற்றுகிறார். ശക്തി പകരുകയാണ്. தேவனுடைய வல்லமையை ஊற்றுகிறார். ഈ വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ இந்த வெளிச்சத்தில் வர வேண்டும் என்றால் അതിനായി തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. அதற்காக கர்த்தர் தெரிந்தெடுத்தார் என்று ഒരു வாசிக்கிறோம். തിരഞ്ഞെടുപ്പാണ് പ്രധാന വിഷയം. தெரிந்தெடுக்கப்பட்டவர்கள் മറ്റേ ആ ഉദ്ദേശത്തിലേക്ക് എത്തുവാൻ இந்த நோக்கத்தை வந்து ഒരു சேரும்படியாக തിരഞ്ഞെടുപ്പ് ആവശ്യമാണ്. ஒரு தேர்ந்தெடுப்பு தேவை. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, நான் உங்களை தெரிந்தெடுத்திருக்கிறேன், ദൈവസഭ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. நான் தெரிந்து கொண்டிருக்கிறேன் என்று கர்த்தர் சொல்லுகிறார். തിരഞ്ഞെടുപ്പിനെ പറ്റി വേദപുസ്തകം നന്നായി പറയുന്നുണ്ട്. தெரிந்து கொள்வதை குறித்த கர்த்தருடைய சபை ഈ അന്ധകാരത്തിനുമായ ലോകത്തിൽ നിന്ന് இந்த இருட்டு பிடித்த உலகத்தில் இருந்து കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു, கர்த்தர் நம்மை தெரிந்து கொண்டிருக்கிறார், കർത്താവ് നമ്മെ വിളിച്ചു. கர்த்தர் நம்மை அழைத்திருக்கிறார். 1 കൊരിന്ത്യർ 1:26 വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 1:26 வசனத்தை வாசிக்கிறோம். സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. சகோதரர்களே, உங்களுடைய அழைப்பை பாருங்கள். 1 തെസ്സലോനി 1:4 വായിക്കുമ്പോൾ 1 தெசலோனிக்கர் 1:4 வசனத்தை வாசிக்கும் பொழுது ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, கர்த்தரால் அழைக்கப்பட்ட அன்பு கூறப்பட்ட നിങ്ങളുടെ சகோதரന്മാരെ, തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നുവല്ലോ. தெரிந்து கொள்கிறீர்கள், நீங்கள் அறிஞ்சிருக்கிறீர்கள். പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ 2 പേതുரு 1:10 വചനത്തിൽ നിങ്ങളുടെ வாசிக்கிறோம். വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ നിങ്ങൾ അധികം ശ്രമിപ്പീൻ. உங்களுடைய அழைப்பும் தெரிதலும் உறுதிப்படுத்தும்படியாக ஜாக்கிரதையாக இருங்கள். ഇങ്ങനെ ചെയ്താൽ ഒരു നാളും ഇടറി പോകാതെ இப்படி செய்தால் ஒருபோதும் நீங்கள் இடையில் விழுவதில்லை. രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി
പ്രാപിക്കും. அப்பொழுது நித்திய ராஜ்யத்தின் பிரவேசனம் நமக்கு നിത്യരാജ്യമാണ് നമ്മുടെ വിഷയം. நித்திய ராஜ்யம் தான் நம்முடைய അവിടെ പ്രവേശിക്കണം. அங்கே நாம் பிரவேசிக்க ഈ வேண்டும். ലോകത്തിന്റെ ക്ലേശങ്ങളെല്ലാം വേഗം തീരും. இந்த உலகத்தில் கஷ்டங்கள் எல்லாம் சீக்கிரமாக முடிந்துவிடும். പ്രശംസിപ്പാൻ ഒന്നുമില്ല. இங்கே மேன்மை பாராட்ட ஒன்றுமில்லை. എന്താണ് പറഞ്ഞത്? பக்தர்கள் என்று சொன்னார்கள், പാഴുലോകത്തിൽ എനിക്ക് ആശയെന്തോ, ഈ പാഴുലോകത്തിൽ എനിക്ക് ആശയെന്തോ, പൊന്നി പറന്നു ഭൂമി മായ ലോകമേ, പൊന്നി പറന്നു ഭൂമി മായ ലോകമേ. എല്ലാം പറന്നു പോകുമോ? எல்லாம் பறந்து போக முடியுமா? അയ്യോ, ഞാൻ വിശ്വാസിയാണ്, എന്റേതെല്ലാം പറന്നു പോകുമോ? ഞാൻ വിശ്വാസി, എല്ലാം ഞാൻ വേലക്കാരൻ, എന്റേതെല്ലാം പറന്നു പോകുമോ? என்னுடைய காரியங்கள் எல்லாம் போய்விடுமா? അയ്യോ, അമേരിക്കയിലായിരിക്കുന്ന ഞങ്ങളുടെ അച്ചായനും പറന്നു പോകുമോ? அமெரிக்காவில் இருக்கிற என்னுடைய அப்பா அம்மா അയ്യോ, അതെല്ലാം പറന്നു പോകും. எல்லாம் போய் കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച കാറും പറന്നു പോകുമോ? கார் அது கூட അയ്യോ, അതും പറന്നു പോകുമേ. பறந்துதான் போகும். ഇപ്പൊ വെച്ച പുതിയ വീട് പറന്നു പോകുമോ? அதுவும் விட்டு விடும். അയ്യോ, അതും പഞ്ഞി പോലെ പറന്നു പോകുമേ. பஞ்சு போல பறந்து போய் എന്റെ കുഞ്ഞുങ്ങൾ എന്നെ വിട്ട് പറന്നു പോകുമോ? பிள்ளைகளை விட்டு பறந்து അയ്യോ, போய்விடும். എല്ലാം പറന്നു പോകുമേ. எல்லாம் 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 പറന്നു പോകുമേ. எல்லாம் பறந்து ഈ போகும். മായലോകം മുഴുവനുമായി പറന്നു പോകുമേ. இந்த மாய உலகத்தில் இருக்கிற எல்லாம் மறைந்து போகும். അതെപ്പോഴാണ്? அது எப்பொழுது? നിനയാത്ത നാഴികയെ. நினைக்காத நேரத்தில். ഇപ്പോഴും അറിയുന്നില്ല. எப்பொழுது எனக்கு தெரியாது. ഇപ്പോഴും സംഭവിക്കാം. இப்பொழுதும் அது நடக்கும். നാളെയും സംഭവിക്കാം. நாளையும் அது நடக்கும். ചിലപ്പോൾ ദീർഘിച്ചു എന്ന് വരാം. ചിലപ്പോൾ അത് നീട്ടി പോകலாம். ആകയാൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് கர்த்தர் நம்மை தேர்ந்தெடுத்து നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയാണ്. நித்திய ராஜ்யத்தில் பிரவேசிக்கும்படியாக നിത്യരാജ്യത്തിൽ നാം പ്രവേശിക്കണം. நித்திய ராஜ்யத்தில் பிரவேசிக்க കർത്താവ് வேண்டும். എന്താണ് പറയുന്നത്? கர்த்தர் என்ன சொல்லுகிறார்? യോഹന്നാൻ 15:16 വായിക്കുമ്പോൾ, யோவான் 15 அதிகாரம் 16 നിങ്ങൾ வசனத்தில் എന്നെ வாசிக்கிறோம். തിരഞ്ഞതല്ല, நீங்கள் என்னை ഞാൻ தெரிந்தெடுக்கவில்லை, നിങ്ങളെ തിരഞ്ഞെടുത്തു. நான் உங்களை தெரிந்து கொண்டேன். ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. நான் உங்களை தெரிந்து கொண்டேன். അതിന്റെ പിൻപിൽ വലിയൊരു ഉദ്ദേശമുണ്ട്. அதன் பிறகு എന്റെ ഉദ്ദേശം നിങ്ങൾ നിറവേറ്റണം. ஒரு பெரிய நோக்கம் இருக்கிறது. എന്റെ ഉദ്ദേശം നിറവേറ്റണം. என்னுடைய நோக்கத்தை நீங்கள் நிறைவேற்ற வேண்டும். വാതിലടയുവാൻ സമയമായി. நான் கதவு அடையப்படுகிற நேரம் சமீபம் இருக்கிறது. അടയുവാൻ സമയമായി. வாசல் அடைபடுகிற நேரம் சமீபமாக இருக்கிறது. നിറവേറ്റാം. கர்த்தருடைய சித்தத்தை பூர்ணமாக செய்வோம். ബൈബിൾ നമ്മൾ പരിശോധിച്ചാൽ வேதத்தை ஆராய்ந்து பார்க்கும்போது ആദ്യമായ തെരഞ്ഞെടുപ്പിന് വിധേയനായ ആളാണ് അബ്രഹാം എന്ന് പറയുന്ന പിതാവ്. ஆபிரகாம் என்கிற பிதா தான் கர்த்தர் முதலாவது தேர்ந்தெடுக்கப்பட்ட ஒரு തിരഞ്ഞെടുത്തു എന്ന് நபர். വായിക്കുന്നു. அந்த நபரை குறித்து ആ வாசிக்கும்போது തിരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം എന്താണ്? அவனை கர்த்தர் தேர்ந்தெடுக்கிறார். അത് ഉൽപ്പത്തി 18:19 വായിക്കുമ്പോൾ ஆதியாகமம் 18 അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. அங்கே இப்படி வாசிக்கிறோம். ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചത് എന്തിനു വേണ്ടിയാണ്? கர்த்தர் ஆபிரகாமை அழைத்து வேறு பிரித்தார். ஏன்? തന്റെ മക്കളോടും സ്വന്തം കുടുംബത്തോടും அவருடைய பிள்ளைகளோடும் குடும்ப மனுஷரோடும் നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് நீதி நியாயத்தை நீ செய்து கொண்டிருக்கிறார். ദൈവത്തിന്റെ വഴിയിൽ നടക്കണം. தேவனுடைய வழியில் நடக்க എന്തിനു வேண்டும். വേണ്ടിയാണ്? ஏன்? അബ്രഹാമിനോട് അരുളി ചെയ്തത് നിവർത്തിച്ചു കൊടുക്കുവാൻ. ஆபிரகாமோடு கர்த்தர் சொன்னதை நிறைவேற்றும்படியாக. അരുളി ചെയ്തത് നിവർത്തിച്ചു കൊടുക്കുവാൻ. கர்த்தர் அவரோடு சொன்னதை ദൈവം நிறைவேற்றும்படியாக. എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ സന്ധിച്ചത്? கர்த்தர் மனுஷனை ஏன் சந்திக்கிறார்? പല കാര്യങ്ങൾ അവനോട് അരുളി ചെയ്യുന്നു. அவனோடு பல விஷயங்களை അത് அறிவிக்கிறார். നിവർത്തിച്ചു കൊടുക്കുവാൻ. அதை நிறைவேற்றும்படியாக. പുതിയ നിയമസഭയെ புதிய ஏற்பாட்டு சபை എന്താണ് കർത്താവ് നമ്മോട് പറഞ്ഞത്? கர்த்தர் நம்மை பார்த்து என்ன എന്താണ് சொல்லுகிறார்? അരുളി ചെയ്തത്? என்ன நம்மை பார்த்து சொல்லி അനേക കാര്യങ്ങൾ അരുളി ചെയ്തുവെങ്കിലും அநேக காரியங்களை சொல்லி இருக்கிறார். അവസാനമായി എന്താണ് പറഞ്ഞത്? கடைசியாக என்ன ഞാൻ சொல்லுகிறார்? നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. நான் உங்களுக்கு ஒரு இடத்தை ஆயத்தம் பண்ண യോഹന്നാൻ போகிறேன். 14:3 யோவான் சுவிசேஷம் ഞാൻ 14 പോയി அதிகாரம் 3 സ്ഥലം வசனம். ഒരുക്കിയാൽ நான் உங்களுக்கு ஒரு ஸ்தலம் ஆயத்தம் பண்ண ഞാൻ போகிறேன். വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. நான் திரும்ப வந்து நான் இருக்கிற இடத்தில் உங்களை சேர்த்துக் கொள்வேன். അരുളി ചെയ്തത് നിവർത്തിച്ച് കൊടുക്കും. அவர் சொன்னதை அவர் நிறைவேற்றுவார். ആകയാൽ എന്താണ് ചെയ്യേണ്ടത്? அதற்காக நாம் என்ன செய்ய வேண்டும்? അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവീൻ. அவர் சொன்னவரை நாம் அற்பமாக எண்ணக்கூடாது. അരുളപ്പാടുകൾക്ക് വിധേയപ്പെടുക. அருள பாடலுக்கு நாம் എന്റെ കർത്താവിനോട് പറഞ്ഞു. கர்த்தர் என்னோடு சொல்லி இருக்கிறார். എന്റെ കർത്താവ് അങ്ങനെ ചെയ്യും. கர்த்தர் சொன்னதை செய்வார். ആകാശം ഭൂമിയും മാറ്റപ്പെട്ടാലും வானமும் பூமியும் ஒழிந்து വാക്ക് போனாலும் പറഞ്ഞവൻ മാറുകയില്ല. வாக்குத்தத்தம் செய்தவர் அவர் വാക്ക് மாறுவதில்லை. പറഞ്ഞവൻ മാറുകയില്ല. வாக்குத்தத்தம் செய்தவர் மாறுவதில்லை. ഹല്ലേലൂയ. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞവൻ മാറുകയില്ല. வாக்குத்தத்தம் செய்தவர் மாறார். അരുളി ചെയ്ത കാര്യങ്ങൾ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. அவர் சொன்ன காரியத்தை கட்டாயமாக நிறைவேற்றுவார். എന്നാൽ ഒന്നാം ഇസ്രായേൽ നിരസിക്കുകയുണ്ടായി. ஆனால் சிலர் அதை தள்ளிவிட்டார்கள். ഒന്നാം ഇസ്രായേൽ ആദ്യമേ ഇസ്രായേൽ இஸ்ரவேல் ஜனங்கள் அதை அவர்கள் നിരസിക്കുകയുണ്ടായി. தள்ளிவிட்டார்கள். പുതിയ നിയമസഭയോട് എന്ത് പറയുന്നു? புதிய நியம சபையோடு என்ன അരുളി சொல்லுகிறார்? ചെയ്യുന്നവനെ നിരസിക്കരുത്. சொல்லுகிறதை நீங்கள் தள்ளிவிடக் கூடாது. ഞാനത് കേട്ടുകൊള്ളാമെന്ന് പറയണം. நாம் அதை ശമൂവേൽ கேட்போம். എന്താണ് പറഞ്ഞത്? சாமுவேல் என்ன சொன்னான்? അരുളി ചെയ്യണമേ അടിയൻ കേട്ടുകൊള്ളാം. கர்த்தாவே சொல்லும் அடியேன் கேட்கிறேன். അത് ഏലി പറഞ്ഞു പഠിപ്പിച്ചതാണ്. ஏலி சொல்லி മകനെ ഇനി ശബ്ദം കേട്ടാൽ ഇങ്ങനെ പറയണം. ஏலி சொல்லி கொடுத்தார், இப்படி சொல்ல வேண்டும். അരുളി ചെയ്യണമേ അടിയൻ കേട്ടുകൊള്ളാം. கர்த்தாவே சொல்லும் அடியேன் கேட்கிறேன். അരുളി ചെയ്യണമേ അടിയൻ കേട്ടുകൊള്ളാം.
കേട്ടുകൊള്ളാം. சொல்லும் அடியேன் கேட்கிறேன். ഇത് പിശാചിനറിയാം. இது பிசாசுக்கு தெரியும். വേദപുസ്തകം ശരിയായി പഠിച്ചത് പിശാചാണ്. வேதவசனம் நன்றாக பிசாசு படித்திருக்கான். വെളിപ്പാടുള്ളതും പിശാചിനാണ്. அவன் நல்ல வெளிப்பாடு இருக்கு. അതിനെന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? அவன் என்ன செய்கிறான் தெரியுமா? ദൈവത്തിന്റെ ആലോചനകൾ നമ്മെ അറിയിക്കുന്നത് தேவனுடைய ஆலோசனை சொல்லி പിശാച് கொடுக்கிறான். വന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. பிசாசு வந்து எடுத்துக்கொண்டு போகுது. അങ്ങനെ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? அதை எடுத்துக்கொண்டு ഒരു போகாதிருக்க ഞായറാഴ്ച ഒരു സന്ദേശം കേട്ടാൽ ஞாயிற்றுக்கிழமை ஒரு தூது கேட்கும்போது അതെപ്പോഴും ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. தூதை எப்பொழுதும் ஞாபகப்படுத்திக் கொண்டு வைக்க എന്നാൽ வேண்டும். പിശാച് എടുത്തുകൊണ്ട് പോയാൽ பிசாசு எடுத்துக்கொண்டு போனால் ഞായറാഴ്ച വായിച്ച വാക്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ஞாயிற்றுக்கிழமை என்ன வசனம் பிரசங்கித்தால் என்று கேட்டால் ഇങ്ങനെ കൈവലത്തി കാണിക്കുകയാണ്. தெரியும். അടുത്തുള്ളവരുടെ മുഖത്തോട് നോക്കുകയാണ്. மற்றவர்கள் முகத்தை பார்த்து முடிப்பார்கள். ചെറിയാച്ച ഏതാ ഇന്നലെ വായിച്ചത്? ചെറിയാച്ച ഏതാ വായിച്ചത്? சரியா செந்த എന്നെ അമ്മ ഇന്നലത്തെ വാക്യം ഏതാ? வாசித்தது என்ன என்று அடுத்து ഉടനെ கேட்டால் ഒരു കുറിപ്പുണ്ട്, പുസ്തകം നോക്കുകയാണ്. உடனே புத்தகத்தை ആ பாரு. കുറിപ്പ് ഇവിടെ പറന്നുപോയി. அந்த குறிப்பும் பறந்து போய். അത് അറിഞ്ഞുകൂടാ. அந்த பேப்பரும் பறந்து போய். പിശാച് ഇങ്ങനെയാണ് മനുഷ്യനെ പറ്റിക്കുന്നത്. பிசாசு இப்படித்தான் ஏமாற்றுகிறான். ഞായറാഴ്ച കേൾക്കുന്ന പ്രസംഗവചനം പിറ്റേ ഞായറാഴ്ച വരെയും എല്ലാ ദിവസവും ഉരുവിടുന്ന വിശ്വാസികൾ എത്ര പേരുണ്ട്? ஒரு ஞாயிற்றுக்கிழமை கேட்கிற தூது மற்ற ஞாயிற்றுக்கிழமை வரைக்கும் ஞாபகப்படுத்தி வைக்கிற விசுவாசிகள் പാഠങ്ങൾ പഠിക്കുന്നവർ എത്ര പേരുണ്ട്? ஆசிரியர்கள் சொல்லிக் கொடுக்கிற காரியத்தை சரியான விதத்தில் படிக்கிறவர்கள் எத்தனை பேர் இருக்கிறார்கள்? ഇവിടെയൊക്കെയാണ് കുഴപ്പം പറ്റുന്നത്. இங்கே தான் குழப்பம் வருகிறது. പാഠം പഠിക്കണം, பாடத்தை படிக்க வேண்டும், പാഠം ശരിയായി പഠിക്കണം. சரியான விதத்தில் படிக்க வேண்டும். ഇല്ലെങ്കിൽ അത് പ്രയാസമാണ്. இல்லாவிட்டால் கஷ்டம் தான். ആ വചനം തട്ടിക്കൊണ്ട് പോവുകയാണ്. வசனத்தை பிசாசு எடுத்துக்கொண்டு போய்விடும். അത് എടുത്തുകൊണ്ട് പോവുകയാണ്. അത് போய் അംഗീകരിക്കാൻ സമ്മതിക്കുകയില്ല. அங்கீகரிக்கும்படியாக അത് ഹൃദയത്തിൽ വച്ചുകൊള്ളുവാൻ സമ്മതിക്കുകയില്ല. இதயத்தில் அவன் விடுவதில்லை. അങ്ങനെ വരുവാൻ പാടില്ല. அப்படி வரவே கூடாது. അരുളി ചെയ്തത് നിവർത്തിക്കും. சொன்னதை அவர் செய்வார். അത് നിരസിക്കരുത്. அதை நான் தள்ளக்கூடாது. എന്റെ കർത്താവിനോട് പറഞ്ഞു, கர்த்தர் என்னோடு பேசினார், അങ്ങനെ തന്നെ ചെയ്യും. அப்படியே நான் செய்வேன். അയാളാണ് വിശ്വാസി. அதுதான் വിശ്വാസികൾ ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. പോരാ, ഒരു പുഷ്ടിയില്ല, പോരാ, ആള് ഒന്ന് കുറവാണ്. ஒரு சந்தோஷம் ஆட்கள் വെള്ളിയാഴ്ച ഈ പന്തൽ തിങ്ങിയിരിക്കേണ്ടതാണ്. வெள்ளிக்கிழமை இந்த பந்தல் ആളുകളും കുറവാണ്. ஜன സാഹചര്യങ്ങൾ വർദ്ധിച്ചു. அநேக வசதிகள் வந்திருக்கிறது. ആ അത്ഭുത പ്രകാശത്തിലേക്ക് പോകാൻ വിളിക്കപ്പെട്ടവരാണ്. நாம் பரலோகத்துக்கு போக முடியாத கர்த்தர் அழைத்திருக்கிறார். തെരഞ്ഞെടുപ്പിനെ പറ്റി ബോധവാന്മാരായി തീരുക. തെരഞ്ഞെടുപ്പ് കുറിച്ച് നാം சரியான ஒரு நமக்கு അബ്രഹാമിനോട് ദൈവം പറയുന്നു, ആബ്രഹാമെ பார்த்து അരുളി கர்த்தர் ചെയ്ത കാര്യങ്ങൾ നിവർത്തിക്കും. அவனை பார்த்து கர்த்தர் சொன்னார், நான் சொன்னதை செய்வேன். നിവർത്തിച്ചു. அவர் அப்படியே செய்தார். പുതിയ സഭയോടും പറയുന്നു, புதிய நியம சபையோடு கர்த்தர் അരുളി சொல்கிறார், ചെയ്തത് നിവർത്തിക്കും. சொன்னதை அவர் செய்வார். പോയ പോലെ വേഗം വരും. நான் போனது போல திரும்ப മാറുകയില്ല. மாறுவதில்லை. നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. என்னிடத்தில் உங்களை சேர்த்துக் கொள்வேன். അബ്രഹാമിനോട് അരുളി ചെയ്ത് നിവർത്തിപ്പാൻ ஆபிரகாமோடு சொன்னதை இவர் நிறைவேற்ற முடியாது. അബ്രഹാം എന്തായിരുന്നു ചെയ്യേണ്ടത്? ஆபிரகாம் என்ன செய்ய வேண்டியதாக இருந்தது? ദൈവം പറയുകയാണ്, അബ്രഹാമേ, ஆபிரகாமே, നിന്റെ മക്കളോടും உன்னுடைய பிள்ளைகளோடும் നിന്റെ കുടുംബത്തോടും உன்னுடைய குடும்பத்தோடும் നേരായി നടക്കാൻ അവരെ കൽപ്പിക്കണം. நீ நேராக நடக்கும்படியாக நீ சொல்லிக் கொடுக்க வேண்டும். നീതിയും ന്യായമായും നടക്കണമെന്ന് കൽപ്പിക്കണം. நீதியோடும் நியாயத்தோடும் நடக்கும்படியாக நீ சொல்லிக் കൊടുக்க வேண்டும். മാത്രമല്ല നീ ദൈവത്തിന്റെ വഴിയിൽ നടക്കണം. அது മാത്രമല്ല நீ கர்த்தருடைய வழியில் நடக்க வேண்டும். നീതി ന്യായം എന്ന് പറയുന്ന രണ്ട് വിഷയങ്ങൾ நீதி நியாயம் என்று சொல்லுகிற രണ്ട് விஷயங்கள் രണ്ട് കൈയിലും പിടിച്ചുകൊണ്ട് ரெண்டு கையிலும் பிடித்துக்கொண்டு മനുഷ്യനോടുള്ള ഐക്യം, மனுஷனோடு இருக்கிறது ஐக்கியம், ദൈവത്തോടുള്ള ഐക്യം. கர்த்தரோடு இருக்கிற ஐக்கியம். തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യൻ தெரிந்து கொள்ளப்பட்ட ஒரு மனுஷன் ആ തിരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം യാഥാർത്ഥ്യമാക്കുവാൻ தெரிந்து கொள்ளப்பட்ட அந்த நோக்கத்தை അവൻ நிறைவேற்ற முடியாது. എന്താണ് ചെയ്യേണ്ടത്? என்ன செய்ய வேண்டும்? നീതിയും ന്യായവും, நீதியும் நியாயமும், നീതിയും ന്യായവും நீதியும் நியாயமும். അങ്ങനെ പ്രവർത്തിച്ച ഒരാളാണ് அப்படி അപ്പോസ്തലൻ പിന്നെ പൗലോസ്. அப்படி நடந்தவர் தான் அப்போஸ்தலர் பவுல். എന്താണ് പറയുന്നത്? பவுல் என்ன சொல்கிறார்? ഞാൻ നല്ല പോർ പൊരുതു, நான் நல்ல போராட்டத்தை ഓട്ടത്തെ முடித்து എന്റെ വിശ്വാസം കാത്തു, விசுவாசத்தை காத்துக்கொண்டேன். നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. நீதியின் கிரீடம் எனக்காக வைக்கப்பட்டிருக்கிறது. ഞാനൊരു സീനിയർ ആളാണ്. நான் சீனியർ, ഇങ്ങനെ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞത്. நான் மூத்தவர். നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു. நீதியின் கிரீடம் எனக்கு வேண்டி வைத்திருக்கிறது. അതെനിക്ക് തരുന്നതാരാണ്? அது யார் எனக்கு தருவார்? കിരീടം എടുക്കുകയല്ല, கிரீடம் மாற்றுவதில்லை. നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ കിരീടം എനിക്ക് തരും. நீதியுள்ள நியாய கர்த்தர் அந்த கிரீடத்தை எனக்கு அவர் ആ தருவார். കർത്താവ് ആരാണ്? அந்த கர்த்தர் யார்? പാപികളെ രക്ഷിക്കുന്ന കർത്താവല്ല, பாவிகளை ரட்சிக்கிற கர்த்தர் அல்ல. എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന കർത്താവല്ല, விசுவாசத்தை கொண்டு வந்த இந்த கர்த்தர் அல்ல. ഊഴിയത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന കർത്താവല്ല, ஊழியத்தில் கொண்டு வந்த இந்த கர்த்தர் அல்ல. പെരിയ സഭ തന്ന കർത്താവല്ല, பெரிய சபை தந்த கர்த்தர் இந்த அல்ல. ആസ്തിയെല്ലാം തന്ന കർത്താവല്ല. எனக்கு வஸ்து வகை தந்தவர் ആ அல்ல. കർത്താവ് ആരാണ്? அந்த கர்த்தர் யார்? നീതിയുടെയും ന്യായത്തിന്റെയും അധിപതിയാണ്. நீதியும் நியாயத்தின் செய்கிற அதிபதி என்று சொல்லுகிறார். നീതിയുടെയും ന്യായത്തിന്റെയും ഉടമയാണ്. நீதியும் நியாயம் செய்கிறவர். അദ്ദേഹമാണ് ഈ അവാർഡ് സമ്മാനിക്കുന്നത്. அவரைத்தான் போற்றுகிறோம். അവരാണ് ഈ കിരീടം കൊടുക്കുന്നത്. அவர்தான் இந்த கிரீடத்தை தருகிறார்.
അവരാണ് കൊടുക്കുന്നത്. அவர்தான் கிரீடத்தை അതിനെന്താണ് ആവശ്യമായിരിക്കുന്നത്? அதுக்கு தேவையானது என்ன? നീതിയും ന്യായവും. நீதியும் நியாயமும். രണ്ട് വിഷയങ്ങൾ. രണ്ട് വിഷയങ്ങൾ. ഇതെടുത്ത് പഠിക്കേണ്ട വിഷയങ്ങളാണ്. നാം അത് എടുത്ത് പഠിക്ക வேண்டும். ഒന്നാം ഇസ്രായേലിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. முதலாம் இஸ்ரவேலரை குறித்து படிக்கிறோம். യെശയ്യാ 1:21 വായിക്കുമ്പോൾ യേശയ്യാ 1-ാം അധികാരം 21-ാം വചനത്തിൽ വാസിக்கிறோம். അവിടെ ഇസ്രായേലിനെ പറ്റി പറയുന്നത് ഇസ്രായേലിനെ കുറിച്ച് இப்படி വാസിக்கிறோം. വിശ്വസ്ത നഗരമെന്നാണ്. ഉണ്മயான ഒരു പട്ടണം. എന്നാൽ അല്പം കഴിഞ്ഞ് പറയുമ്പോൾ கொஞ்ச நேரம் பிறகு അയ്യോ വിശ്വസ്ത നഗരം ഒരു വേശ്യയായി തീർന്നത് എങ്ങനെയാണ്? സത്യ നഗരം ഒരു വേശ്യയാக മാറിവിട്ടது. അതെങ്ങനെയാണ് മാറിയത്? எப்படி அது മാറിവിട്ടது? മുൻപേ നീതി വസിച്ചിരുന്നു. മുൻപാകെ നീതി ന്യായം അവിടെ വസിച്ചിരുന്നു. സത്യം ഇരുന്നത്. നീതിയും ന്യായവും വസിച്ചപ്പോൾ നീതിയും സത്യവും അവരുടെ പേര് വിശ്വസ്ത നഗരമെന്നാണ്. നീതിപുരം സത്യ നഗരം എന്ന് അழைക്കപ്പെട്ടു. നീതിയും ന്യായവും മാറ്റപ്പെട്ടപ്പോൾ സത്യവും നീതിയും മാറ്റപ്പെട്ടു. ഒരു വേശ്യ എന്ന് പറയുകയാണ്. അന്യമായ ഒരു സ്ത്രീ എന്ന് പറയുകയാണ്. അന്യ പെൺ എന്ന് അழைക്കപ്പെട്ടു. ചിന്തിക്കുക പ്രിയമുള്ളവരെ, യോസിയങ്ങൾ പ്രിയമാനവர்களே, ദൈവത്തെ നോക്കി മുൻപോട്ട് പോകുന്നവരെ, കർത്തரை பார்த்து നീതിയായി ന്യായമായി നമുക്ക് മുൻപോട്ട് പോകാം. നീതിയോട് സത്യത്തോട് മുന്നേറി செல்வோம். നീതിയും ന്യായവും ഇല്ലാതെ ഒരു ജീവിതമില്ല. നീതിയും സത്യമില്ലാതെ வாழ்க்கை ഇല്ല. അബ്രഹാമേ, നീ നീതിയും ന്യായവുമായി ജീവിക്കണം. നീ നീതിയോടും സത്യത്തോടും ജീവിക്ക வேண்டும். അന്യമായ വിഷയങ്ങൾക്കൊന്നും പോകരുത്. അന്യமான കാര്യങ്ങൾക്ക് ഇടപെടக்கூடாது. അബ്രഹാം നീതിയുള്ളവനായിരുന്നു. അബ്രഹാം നീതിമാനായിരുന്നാൻ, ന്യായമുള്ളവനായിരുന്നു. സത്യമുള്ളവനാக இருந்தான். അബ്രഹാമിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരുമായി ശണ്ട കൂടിയപ്പോൾ ആബ്രഹാമിന്റെ ഇടയന്മാർ മേയ്പ്പர்களுം ലോത്തുடைய മേയ്പ്പர்களுം അവരിൽ തമ്മിൽ சண்டை വന്ന பொழுது അബ്രഹാം പറയുകയാണ്, അബ്രഹാം சொன்னார், അനിയന്റെ മകനായ ലോത്തിനോട് പറയുകയാണ്, അവരുടെ തമ്പി മകനായ ലോത്തെ பார்த்து சொன்னார், സഹോദരനെ, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. നീ ഇടത് പോന്നാൽ ഞാൻ വലത് പോകും. നമ്മൾ സഹോദരങ്ങളല്ലോ, നാം സഹോദരങ്ങളല്ലോ, നമ്മൾ പിണക്കം ഉണ്ടാകില്ലേ? നമ്മിടയിൽ അബ്രഹാമിന്റെ താഴ്മ. വാക്കുവാദം വേണ്ട. അനിയന്റെ മകനോട് പറയുകയാണ്, തമ്പി മകനോ സഹോദരനെ, നമ്മൾ ആരെങ്കിലും അനിയന്റെ മോനെ സഹോദരാന്ന് വിളിക്കുവോ? സഹോദര എന്റെ എടാ സണ്ണി, എടാ റോയി എന്നൊക്കെ പറയുന്നല്ല, അങ്ങനെ കാണും പറയൂ. മര്യാദയിലെത്താൻ കൂപ്പിടുവോ? അങ്ങനെയൊക്കെ പറയതേ ഉള്ളൂ. നമ്മള് സഹോദരന്മാരല്ലോ, നമ്മൾ ശണ്ട കൂടല്ലേ? വാക്കുവാദം വരക്കൂടാതെ. ഒരു ശണ്ടയില്ല, വാക്കുവാദം വേണ്ട. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. നീ ഇടതുപുറം പോനാൻ വലതുപുറം. അല്ലെങ്കിൽ ലോത്ത്, നീ എന്റെ അനിയന്റെ മകനാണ്, നീ ഇടത്തോട്ട് പോയിക്കോ, ഞാൻ വലത്തോട്ട് പോയിക്കോ. നീ ഇടതുപുറം പോ, ഞാൻ വലതുപുറം പോകരുത്. ഞാനാണ് അപ്പൻ, ഞാൻ വലത്തോട്ട് പോകാം, നീ ഇടത്തോട്ട് പോയിക്കോണം. നീ ഇടതുപുറം പോക വേണ്ടി എനിക്ക് ഗൗരവം വരും. അപ്പോഴത് അങ്ങനെയല്ല, താഴ്മ. തന്റെ കുടുംബത്തോട് നീതിയും ന്യായവും പ്രവർത്തിക്കുകയാണ്. ന്യായത്തോട് നീതിയോട് അവൻ ഇടപെടുകയാണ്. നാം സഹോദരന്മാരല്ലോ, നാം സഹോദരന്മാരല്ലവാ. പിണക്കം ഉണ്ടാകില്ലേ? വാക്കുവാദം നമ്മുടെ ഇടയിൽ വേണ്ട. പിണക്കം ഉണ്ടാകില്ലേ? വാക്കുവാദം വേണ്ട. ഹൃദയത്തിൽ പിണക്കമിരിക്കരുത്. ഹൃദയത്തിൽ സണ്ടയും വേണ്ട. നീതിയും ന്യായവും, നീതിയും സത്യവും, എല്ലാ കാര്യവും നീതിയായിരിക്കണം. എല്ലാം നീതിയാക വേണം. സംസാരിച്ചാൽ നീതിയായിരിക്കണം. പേசும்போது നീതിയോട് பேச வேண்டும். പ്രവർത്തിച്ചാൽ നീതിയായിരിക്കണം. ക്രിയകൾ ന്യായമായിരിക്കണം. സത്യமாக இருக்க வேண்டும். അതിന്റെ അടിയിൽ രണ്ട് സാക്ഷികൾ ഒപ്പിടണം. അതിൽ കീഴെ இரண்டு பேர் சாட்சி சொல்ல வேண்டும். രണ്ട് സാക്ഷികൾ, ഒന്ന് മനുഷ്യനും മറ്റൊന്ന് ദൈവവുമാണ്. ஒன்று கர்த்தர் சாட்சி சொல்வது, மனுஷன் சாட்சி சொல்வது. രണ്ട് സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാകുമെന്നാണ്. രണ്ട് സാക്ഷിயின் மூலமாக ஏது காரியம், ഏത് മനുഷ്യനായിരുന്നാലും ഏത് കാര്യത്തിനും രണ്ട് സാക്ഷികൾ ഒപ്പിടണം. எந்த மனுஷன் எந்த காரியமாக ரெண்டு பேர் கையெடுத்து, ഒന്ന് മനുഷ്യൻ ഒപ്പിടണം, മനുഷ്യൻ കൈ ഒന്ന് ദൈവം ഒപ്പിടണം. ദൈവം കൈ രണ്ടുപേരും ആമേൻ പറയണം. രണ്ട് പേർ കൈയൊപ്പം ചെയ്യ வேண்டும். അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് പോകണമെങ്കിൽ, ഇരുളിലിരുന്ന് അത്ഭുതமான പിതാവിന്റെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, രാജ്യത്തിലേക്ക് പോക வேண்டும். ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരായ നാം അതിന്റെ ഉദ്ദേശം നിറവേറ്റിക്കൊണ്ട് മുൻപോട്ട് പോകണം. അതിനുடைய നോക്കത്തെ നിറവേറ്റി. തന്ത്രവും സൂത്രവും വേണ്ട, തന്ത്രം നമുക്ക് വേണ്ട. പരമാർത്ഥമായിരിക്കണം. നാം ഹൃദയത്തിൽ ഈ കൊട്ടാരക്കര കൺവെൻഷൻ വന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിർമ്മലരായി இருக்க வேண்டும். കൊട്ടാരക്കര വന്ന എല്ലാവരും, കൊട്ടാരക്കര കൺവെൻഷൻ വന്ന എല്ലാവരും, ഏതെങ്കിലും അന്യായമോ അനീതിയോ ഉണ്ടെങ്കിൽ ഹൃദയത്തിൽ അന്യായം இருக்கிறது, ഇവിടെ വെച്ച് എടുത്ത് കളയട്ടെ. എടുത്ത് അത് വിട്ടുവിടുങ്ങൾ. കൗശലങ്ങളും ഉപായങ്ങളും ദൈവം വെറുക്കുന്നു. ഉപായം തന്ത്രവും കർത്തർ വെറുக்கிறார். മാർത്തോമായിലെ കൊച്ചിൻ ഉപദേശി ഇങ്ങനെയാണ് പറഞ്ഞത്. മാർത്തോമാ ഉപദേശി இப்படி சொன்னார். കൊച്ചിൻ ഉപദേശി, ഉപദേശി, കൗശലങ്ങളും ഉപായങ്ങളും പകയ്ക്കും സത്യരാജാവേ, ശിശുവിനുള്ള പരമാർത്ഥത എന്നിലോ നിത്യം നൽകുകേ. രാതി എന്താണ്? യേശുവേ നിന്റെ രൂപമെന്നാണ്. യേശുവിനെ പോലെ ആകണമെങ്കിൽ കൗശലങ്ങളും ഉപായങ്ങളും വിട്ടുകളയണം. യേശുവെ പോലെ മാറ வேண்டும் சொல்ல இந்த தந்திரங்கள் எல்லாம் மாற்றப்படும். ഇതെല്ലാം സത്യവേദ പുസ്തകം പറയുകയാണ്. സത്യവേദ പുസ്തകം சொல்லுது, ഹൃദയം പരമാർത്ഥമായിരിക്കണം. ഹൃദയം சுத்தமாக இருக்க வேண்டும். ഹൃദയം പരമാർത്ഥമായിരിക്കണം. മാസില്ലാത്ത ഹൃദയமாக இருக்க வேண்டும். മനുഷ്യനോടുള്ള ഐക്യം, മനുഷ്യനോട് എല്ലാവരോടും സമാധാനമായിരിക്കണം. എല്ലാവരോടും സമാധാനമോട്. പ്രയാസങ്ങളുണ്ട്,
പരീക്ഷകളുണ്ട്, വേദനകളുണ്ട്, ഉപദ്രവങ്ങളുണ്ട്, വേദനകളുണ്ട്. എല്ലാം സഹിക്കണം, എല്ലാം സഹിക്കണം. എല്ലാം സഹിച്ചവരാണ് വിശ്വസ്തരായി മാറിയത്. എല്ലാം സഹിച്ചവരാണ് ഉണ്മയുള്ളവരാണ്. ഓരോ പരീക്ഷകൾ സഹിച്ചു, പരിശുദ്ധവാന്കൾ അവരെല്ലാം അക്കരയ്ക്ക് പോവുകയുണ്ടായി. അവരുടെ ചരിത്രങ്ങളൊക്കെ എന്ത് പറയുന്നു? ചരിത്രം എന്നെ ചൊല്ലിക്കൊടുക്കും. യോബിനെ പറ്റി പറയുമ്പോൾ, യോബിനെ കുറിച്ച് യോസഫിനെ പറ്റി പറയുമ്പോൾ, യോസഫിനെ കുറിച്ച് അതെല്ലാം ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. എല്ലാം നാം യോസിക്ക வேண்டும். യോബിനെ പറ്റി എന്താണ് പറയുന്നത്? യോബை குறித்து என்ன வாசிக்கிறோம்? ഭക്തനായ യോബ് പല കഷ്ടനഷ്ടം സഹിച്ചതാൽ ഭാഗ്യവാനായി തീർന്നവൻ തന്നായുസിൽ എല്ലാം ഇരട്ടിയായി പിന്നെ നാഥൻ നൽകി. യോബിന്റെ കാര്യം പറയുകയാണ്. യോബை குறித்து நாம் சொல்லுகிறோம். കഷ്ടങ്ങളെല്ലാം സഹിച്ചു, കഷ്ടത്തെ അവൻ സഹിച്ചു, ഭാഗ്യവാനായി തീർന്നു, ഭാഗ്യവാനായി മാറിവിട്ടാൻ. ഭാര്യയും കൂടെ അവനെ ആക്ഷേപിച്ച് പറയുകയാണ്, മனைவிയും கூட കുറ്റപ്പെടുത്തി പേശിനാൻ. ഇനി ഞാൻ മരിച്ചു കളവാ, ജീവിക്കണ്ട, നീ മരിച്ചു വിട്, നീ ജീവിക്ക വേണ്ട. സന്തോഷമായി കേട്ടു, സന്തോഷമായി പതുക്കെ എന്ന് പറഞ്ഞു. അവൻ തിരിപ്പി ഒരു പൊട്ടിയെ പോലെ നീ എന്നോട് സംസാരിക്കുകയാണോ? ജ്ഞാനമില്ലാതെ പെണ്ണെ പോലെ പേശുகிறாൻ. പിന്നൊന്നും പറഞ്ഞില്ല, വേറെ ഒന്നും சொல்லவில்லை, ഒന്നും പറഞ്ഞില്ല, വേറെ ഒന്നും சொல்லவில்லை. സന്തോഷത്തോടെ സഹിച്ചു. സന്തോഷത്തോടെ. പ്രിയ സ്നേഹിതരെ, പ്രിയ നண்பர்களே, ദൈവം നമ്മെ നടത്തുന്ന പാതയിലൂടെ കർത്തർ നമ്മെ നടത്തുന്ന തിരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് കർത്തരുடைய ചിത്തത്തെ വിശ്വസ്തരായി ജീവിക്കുന്നുവെങ്കിൽ, ഉണ്മയാക ജീവിപ്പോം, പാനം ചെയ്യുവാൻ തരുന്ന പാനപാത്രം കുടിക്കുന്നുവെങ്കിൽ പാത്രത്തെ കുടിപ്പോം, ഭാഗ്യവാന്മാരായി തീരുകയാണ്, ഭാഗ്യവാന്കളാக മാറിവിടുகிறோം. സഹോദരിമാർക്ക് തോന്നും അത് സഹോദരന്മാർക്കേ നടക്കുകയുള്ളൂ, സഹോദരന്മാർക്ക് ഞങ്ങൾക്കത് പ്രയാസമാണ്, കുടുംബജീവിതം പ്രയാസമാണ്. രൂത്തിനോട് ചോദിക്കാം, രൂത്ത് എന്ത് പറയുന്നു? രൂത്ത് മഹാദാരിദ്ര്യത്തിൽ അമ്മയെ താൻ ശുശ്രൂഷിച്ചു, മിസ്രയീമിൽ സാധുവായി പാർത്തവൾ വേഗം ബോവസിന്റെ കാന്തയായി തീർന്നല്ലോ. അമ്മാവിയമ്മയെ അനുസരിച്ച് അമ്മാവിയമ്മയെ അനുസരിച്ച് മാമിയാരെ അവർ കീഴ്പടിന്താ. വെള്ളം കൊടുക്കുക. എന്ത് പറയുന്നു? അമ്മാവിയമ്മയെ അനുസരിച്ച് രൂത്ത് എന്ത് പറയുന്നു? കീഴ്പടിந்த ரூத் என்ன சொன்னாள்? അവൾ പൂർണ്ണമായി അനുസരിച്ചു, പൂർണ്ണமாக കീഴ്പടിந்தாள். ദാരിദ്ര്യത്തില്, അവർ കഷ്ടത്തില്, പ്രയാസത്തില് മാമിയാരോട് ചേർന്നിരിക്കുകയാണ്. അന്ന് മാമിയാരോട് ചേർന്നിരുന്നു, ഒരുമിച്ച് പോവുകയാണ്, ചേർന്ന് ഐക്യത്തോടെ അവൾ ബോസിന്റെ കാന്തയായി തീർന്നു. ബോസിന്റെ മனைவியாக. ശ്രേഷ്ഠമേറിയ അനുഭവം. കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ട് പ്രിയമുള്ളവരെ. എല്ലാവരോട് സമാധാനമായിരിക്കണമേ, മനുഷ്യരോട് ഐക്യമായിരിക്കണമേ, ആരോട് സംസാരിക്കാതിരിക്കരുത്, ആരെ ശത്രുവായി കണക്കാക്കല്ലേ, ഞായറാഴ്ച വന്ന് മുൻനിരയിൽ ഇരിക്കും, എല്ലാവരും അംഗീകരിക്കും, വളരെ സൂക്ഷിക്കണമേ, ഹൃദയങ്ങളുടെ ആലോചനകളെ പൊക്കിയെടുത്തുകൊണ്ട് വരുമേ, നമ്മുടെ ഹൃദയത്തിൻ ആലോചനകളെ അവർ ഉയർത്തിയെടുപ്പാർ, ന്യായവിധി വരുമേ, ന്യായവിധി വരും. ഞാനും ഭയത്തോടെ പറയുകയാണ്, എനിക്ക് ഈ കാര്യങ്ങൾ പറയാൻ ഭയമാണ്. എന്റെ വായിലെ ശബ്ദം ആദ്യം എന്റെ കാതിലാണ് കേൾക്കുന്നത്. എന്റെ വായുവിന്റെ കാതുമായിട്ട് ഏതാണ്ട് ഒരു 4-5 വ്യത്യാസമേ ഉള്ളൂ. ആദ്യം എന്റെ കാതിൽ കേൾക്കുകയാണ്. ഭയങ്കരമായ ന്യായവിധി നമ്മുടെ മുൻപിലുണ്ട്. ദൈവത്തോട് നിലവിളിക്കാം, എല്ലാവരോട് സമാധാനമായിരിക്കണം, എല്ലാവരോട് സമാധാനമായിരിക്കണം, നിന്റെ മക്കളോട്, നിന്റെ പിൻപുള്ള കുടുംബത്തോടും, ജനത്തോട്, അടുത്ത് വാഴുന്ന മനുഷ്യരോടും നീതിയും ന്യായവും പ്രവർത്തിക്കണം. നീതിയും സത്യവും നിങ്ങൾ നിറവേറ്റ വേണം. നീതിയും ന്യായവും പ്രവർത്തിക്കണം, നീതിയും സത്യവും നിറവേറ്റ വേണം. ആളുകൾ മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അപ്പോഴാണ് മുന്നേറി പോകാൻ മുടിയും. അങ്ങനെ നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുള്ളൂ, അപ്പോഴാണ് രക്ഷിക്കപ്പെടാൻ മുടിയും. ഇത് പുതിയ നിയമസഭയിലേക്ക് മനസ്സിലായിട്ടുണ്ട്. പുതിയ ഏർപ്പെട്ട സഭക്കാർക്കും ഇത് പൗലോസ് എന്താണ് പറഞ്ഞത്? പൗൽ എന്നെ சொல்கிறார், ന്യായാധിപ സഭയിൽ നിന്ന് തന്നെ വിസ്തരിക്കുമ്പോൾ ന്യായ തീർപ്പ് அந்த இடத்திலே அவர் நின்று കോടതിയിൽ சொல்லும்போது കോടതിയിൽ നിന്ന് ജഡ്ജിയോട് പറയുകയാണ്, അവർ കോർട്ടിൽ നിന്നുകൊണ്ട് കോടതിയെ അവർ ജഡ്ജை பார்த்து ഒരു കാര്യം ഞാൻ അറിയുന്നു, ഒരു കാര്യത്തെ ഞാൻ അറിയുന്നു, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് അറിയുന്നു. നീതിമാൻകൾ നീതി കെട്ടവர்கள் അവர்களுடைய ഉയർത്തെഴുന്നേൽപ്പ് വരും. അപ്പോസ്തലപ്രവൃത്തി 24:16 അപ്പോസ്തലപ്രവൃത്തി 24 ആ പുനരുത്ഥാനത്തിൽ அந்த ഉയരോട് എടുക്കപ്പെടണം. அந்த ഉയരോട് എഴുപ്പപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു? என்ன செய்கிறது? ദൈവത്തോടും മനുഷ്യരോടും ഒരു കുറ്റമറ്റ മനസാക്ഷി, ദേവനോട് മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി, എല്ലാവരോടും കുറ്റമറ്റ മനസാക്ഷി, എല്ലാവരോടും കുറ്റമില്ലാത്ത ഒരു മനസാക്ഷി. ദൈവമക്കളെ, ഈ അനുഭവങ്ങളെല്ലാം കുറവായിരിക്കുകയാണ്. ദൈവജനങ്ങളെ, இந்த അനുഭവങ്ങളെല്ലാം പലരോടും പരിഭവം, എല്ലാവരോടും പലരോടും ദുഃഖം, എല്ലാവരോടും ദുഃഖം, പലരോടും വൈരാഗ്യം, ഇതൊക്കെ ന്യായപ്രമാണമാണ്. ന്യായപ്രമാണം. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, പല്ലുക്ക് പകരം അടി, അടിക്ക് പകരം ഇടി, ഇടിക്ക് പകരം ഇടി, ഇടിക്ക് പകരം ഇടി.
എന്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വന്നാൽ ഞാനും അവിടെ പോകും. என்னுடைய வீட்டுக்கு ஜெபத்துக்கு வந்தால் நான் போவேன். എന്റെ മകളുടെ വിവാഹത്തിന് വന്നാൽ ഞാനും പോകും. என்னுடைய மகள் கல்யாணத்துக்கு வந்தால் நான் போவேன். ഞങ്ങളുടെ കൺവെൻഷൻ വന്നാൽ ഞങ്ങൾ പോകും. எங்களுடைய கன்வென்ஷன் வந்தால் நானும் ഞങ്ങളെ യഥായോഗ്യം സ്വീകരിച്ചെങ്കിൽ ഞങ്ങൾ நீங்கள் സ്വീകരിക്കും. எங்களை அழைத்தால் நாங்களும் உங்களை ഒരു அழைப்போம். ന്യായപ്രമാണം நியாயப்பிரமாணம் കൃപായുഗമാകുന്ന ഈ കാലത്ത് கிருபை காலத்தில் ദൈവഹിതമാകുന്ന ഈ കാറിൽ കയറി தேவனுடைய கிருபையாக இந்த வாகனத்தில் ஏறி കാറിൽ കയറി இந்த കാറിൽ ஏறி ന്യായപ്രമാണമാകുന്ന പെട്രോൾ ഒഴിച്ച് நியாயப்பிரமாண பெட்ரோல் ஊற்றி മുമ്പോട്ട് ഓടിച്ചാൽ நாம் മുന്നേറി ഇത് എവിടെ போகும். ചെന്നെത്തും? இது எங்கே போய் சேரும்? ഈ കാർ അങ്ങെത്തുമോ? இந்த கார் அங்கே போய் ഇല്ല சேருமா? ഇല്ല ഇല്ല. இல்லை ഇതൊരു சேர்வதில்லை. കൃപയുടെ സുവിശേഷമാണ്. இது கிருபையின் சுவிசேஷம். അപ്പസ്തോലിക സഭയെ அப்போஸ்தல சபை പൗലോസ് എന്ന് പറയുന്നു பவுல் என்ன சொல்லுகிறார்? ദൈവ കൃപയുടെ സുവിശേഷം. தேவ கிருபையின் நற்செய்தி. ഇതൊരു കൃപയുടെ കാലമാണ്. இது கிருபையின் காலம். ഇതൊരു കൃപയുടെ സുവിശേഷം. கிருபையின் சுவிசேஷம். ന്യായപ്രമാണം വേണ്ട. நியாயப்பிரமாணம் வேண்டாம். നമുക്ക് സഹിക്കാം, நாம் பொறுத்துக்கொள்வோம். നമുക്ക് ക്ഷമിക്കാം. நாம் மன்னிப்போம். ഞാൻ താഴ്മയും സൗമ്യതയുള്ളവനാകയാൽ நான் சாந்தமும் தாழ்மையும் உள்ளவன். എന്നോട് പഠിപ്പീൻ, ஆகவே என்னிடத்தில் வந்து கற்றுக்கொள்ளுங்கள். എന്നോട് പഠിപ്പീൻ. என்னிடத்தில் வந்து கற்றுக்கொள்ளுங்கள். കർത്താവിന്റെ വരവാസന്നമായിരിക്കയാൽ கர்த்தருடைய வருகை சமீபமாக ഈ இருக்கிறது. മൺമയത്വം മാറി இந்த மண்மையான சரீரம் மாறி വിൺമയത്വം പ്രാപിക്കണം. விண்ணான சரீரம் பெற்றுக்கொள்ளும் பொழுது, വിൺമയത്വം പ്രാപിക്കണം. விண்மையை பெற்றுக்கொள்ளும் பொழுது ഈ ദ്രവത്വമുള്ളത് இந்த அழிவுள்ளது അദ്രവത്വത്തെയും அழியாமையையும் ഈ മർത്യമായത് இந்த சாவுக்கேதுவான അമർത്യത്വത്തെയും ധരിക്കണം. சாவாமையும் தரித்துக் கொள்ளும். അതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. அதுதான் நம்முடைய வாழ்க்கை. 1 Corinthians 15:49 1 கொரிந்தியர் 15ஆம் அதிகாரம் 41ஆம் മണ്ണ് வசனம். കൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ இந்த மண்ணுள்ளதான இந்த சாயம் സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. சொர்க்கத்தில் இருக்கிற ഈ அவருடைய മണ്ണായ മനുഷ്യന് இந்த மண்ணான மனிதன் മഹിമയായി മാറ്റപ്പെടണം. மகிமையாய் மாற்றப்பட അത് வேண்டும். നമ്മുടെ സ്വഭാവ രൂപീകരണത്താലാണ്. அது நம்முடைய சுபாவத்தில் இருக்கிற 53 വാക്യം വായിക്കുമ്പോൾ 53ஆம் வசனத்தை ഈ வாசிக்கும் பொழுது, ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും அழிவுள்ளது அழியாமை, ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. சாவுக்கு ஏதுவானது இது சாமையும் தரித்துக் கொள்ள வேண்டும். എന്തോ ഈ വാക്യം അങ്ങനെ സഭയിലധികം വായിക്കാറില്ല. இந்த வசனத்தை சபையில் அநேகர் ഈ വാക്യം வாசிக்கிறார்கள். അവിടെ വായിക്കുന്നത് அது கல்லறையில் தான் வாசிக்கிறார்கள். എന്തിടം? சிமெண்ட். ഉറക്കെ പറ. സെമിത്തേരിയിലെ கல்லறையில் தான் வாசிக்கிறார்கள். അവിടെ വെച്ച് 5 മിനിറ്റിനെങ്ങാണ്ട് ഈ മണ്ണായി ഇതുപോലെ മാറാൻ ഒക്കുന്ന കാര്യമാണോ? 5 നിമിടത്തിൽ ഇത് മാറി അത് അവിടെ വെച്ചല്ല പാടേണ്ടത്. அந்த மண் 5 நிமிடத்தில் അത് மாறி സഭായോഗത്തിന് പാടണം. சபையோகத்தில் சொல்ல வேண்டும். അത് കൺവെൻഷന് ഒന്ന് പാടണം. ஞாயிற்று ஆராதனையில் அப்படி பாட എന്താണ് പാടേണ്ടത്? பாட வேண்டும். മണ്ണാകും എന്നെ മഹിമയായി മാറ്റി മണവാളനിമ്പമോ മണവാട്ടിയാക്കി. ഹല്ലേലൂയാ. ஹல்லேலூயா. ഈ ദൈവഭാഗത്ത് കൊണ്ടുവന്നത് இதனுடைய கர்த்தருடைய வாழ்க்கை ബാഹ്യമായ കാര്യങ്ങൾ തരുവാൻ മാത്രമല്ല, சரீரப்பிரகாரமான ஆசீர்வாதம் ഈ தருவதற்கு ലോകത്തിൽ മാത്രമല്ല. എല്ലാവർക്കും ദൈവം കൊടുക്കുന്നു. இந்த உலக ஆசீர்வாதம் எல்லாருக்கும் தருகிறார். യേശുവിനെ അറിയാത്തവർക്ക് കൊടുക്കുന്നു. இயேசு அறியாதவருக்கும் தருகிறார். ഈശ്വരന്മാർക്ക് കൊടുക്കുന്നു. எல்லாருக்கும் கர்த்தர் தருகிறார். ക്രൈസ്തവർക്ക് കൊടുക്കുന്നു. கர்த்தரை ஏற்றுக்கொள்ளாத എല്ലാം കൊടുക്കുന്നു. எல்லாருக்கும் தருகிறார். എന്തിനുവേണ്ടി ഈ പെന്തക്കോസ്തിൽ കൊണ്ടുവന്നു? எதற்காக இந்த பெந்தகோஸ்தே கர்த்தர் உங்களை கொண்டு അപ്പോസ്തലിക வந்தார்? സഭയിൽ കൊണ്ടുവന്നു. அப்போஸ்தல சபைக்கு எதற்கு கொண்டு മണ്ണായ வந்தார்? മനുഷ്യനെ മഹിമയാക്കി മാറ്റിയിട്ട് மண்ணான மனிதனை மகிமையுள்ளவனாய் மாற்றும்படியாக, നിമ്പമുള്ള ഒരു മണവാട്ടിയാക്കി മാറ്റിയിട്ട് மணவாளனுக்கு ஒரு பிரியமான ஒரு மணவாட்டியாக மாற்றும்படியாக, വരുവാനുള്ള അനന്തമായ യുഗങ്ങള് வரப்போவது ஆனந்தமான ഞങ്ങൾക്ക് നിത്യതയിൽ വാസം ചെയ്യണോ? நித்தியில் எப்பொழுதும் வாழ முடியாது. നാളെ ഏറ്റവും ആസന്നമായിരിക്കുന്നു. அந்த நாள் மிகவும் சமீபமாக இருக்கிறது. 2011 ഇവിടെ ഉണ്ടായിരുന്ന എത്രയോ പേര് 2011ஆம் ஆண்டில் வாழ்ந்த பலர் നിത്യതയിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞു. நிச்சயத்தில் பிரவேசித்து അവരിപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. நம்முடைய சத்தத்தை கேட்க முடியுமா? നമ്മുടെ ഈ സമയം അടുത്തിരിക്കുന്നു. நம்முடைய சமயம் இதோ அடுத்து வந்திருக்கிறது. മഹിമയായി മാറ്റപ്പെടാം. மகிமையாக மாற்றப்படுவோம். പൗലോസ് എന്ത് പറയുന്നു? பவுல் என்ன சொல்கிறார்? നീതിമാന്മാരുടെ നീതികെട്ടവരുടെ ഒരു പുനരുത്ഥാനമുണ്ട്. நீதி உள்ளவர்கள் நீதி கெட்டவர்களுடைய എനിക്ക് உயிர்த்தெழுதல். നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ കാണണം. நான் நீதிமானுடைய உயிர்த்தெழுதலை நான் கொண்டு வர ദൈവത്തോട് வேண்டும். മനുഷ്യരോട് ഒരു കുറ്റമറ്റ മനസ്സാക്ഷി, தேவனோடு மனுஷரோடும் குற்றமில்லாத ஒரு ആരോടും மனசாட்சி. പരിഭവം ഉണ്ടായിരിക്കരുത്. யாரோடும் துக்கமும் இருக்கக்கூடாது. കർത്താവ് എന്ത് പറയുന്നു? கர்த்தர் என்ன ഞാൻ சொல்லுகிறார்? നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അങ്ങ് ക്ഷമിക്ക്. நான் உங்களை மன்னித்தது போல நீங்களும் ഞാൻ மன்னியுங்கள். നിങ്ങളെ എത്രയോ കാര്യങ്ങൾ ക്ഷമിച്ചു. நான் எத்தனையோ காரியங்களை மன்னித்து നിങ്ങളും விட்டேன். അതുപോലെ അങ്ങ് ക്ഷമിക്ക്. நீங்களும் அதே போல மன்னியுங்கள். അബ്രഹാമേ, அபிரகாமே, നിന്റെ മക്കളോടും കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിക്കണമേ. உங்களுடைய பிள்ளைகளோடும் குடும்பத்தோடும் நீதி, അത് മനുഷ്യനോടുള്ള ഐക്യം. அது மனுஷனோடு இருக்கிற ஐக்கியம். സഹിക്കണം, சகிக்க வேண்டும், ക്ഷമിക്കണം, பொறுத்துக்கொள்ள வேண்டும், மன்னிக்க வேண்டும், പൊറുക്കണം, பொறுத்துக்கொள்ள வேண்டும், എല്ലാം സഹിക്കണം. எல்லாம் பொறுத்துக்கொள்ள ഇത് வேண்டும். മനസ്സിലായ ഭക്തന്മാർ എന്താണ് പാടിയത്? இதை புரிந்து கொண்ட பரிசுத்தவான்கள் என்ன சொன்னார்கள்? പാട്ട് പാടാൻ സമയമില്ല. പാടാൻ സമയമില്ല. பாடுவதற்கு நேரம். എന്താണ് പാടുന്നത്? என்ன பாடினார்கள்? എന്നെ ഏതു പാതയിൽ നടത്തിയാലുമേ സന്തോഷമായി പിൻപറ്റുവാൻ അരുൾക നിൻ കൃപ.
ഹല്ലേലൂയ. അവിടെ നിൽക്കുന്നില്ല, താഴോട്ട് പോവുകയാണ്. அங்கேயும் ഞാൻ പാനം ചെയ്യുവാൻ നീ തരുന്ന പാനപാത്രത്തെ അത് വിധങ്കൈ പാകിലും ഞാൻ പാനം ചെയ്യുമേ, ഞാൻ പാനം ചെയ്യുമേ, ഞാൻ പാനം ചെയ്യുമേ, അത് വിധങ്കൈ പാകിലും ഞാൻ പാനം ചെയ്യുമേ. കയ്പ് കാടി കുടിക്കണം, இந்த കയ്പ് കാടി കുടിക്കണം. கசப்பான காடி നമ്മെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നവനായ യേശു நம்மை ரட்சிக்க வந்த இயேசு അവസാനമായി എന്താണ് ചെയ്തത്? கடைசியாக என்ன செய்தார்? മരണവേദനയാൽ പിടഞ്ഞുകൊണ്ട്, மரணவேதனையில் துடித்த பொழுது, പ്രയാസപ്പെട്ടുകൊണ്ട് கஷ்டத்தில் നിലവിളിക്കുകയാണ്. அவர் கூவி அழைத்தார், എനിക്ക് ദാഹിക്കുന്നു, எனக்கு தாகமாக இருக்கிறது, എനിക്ക് ദാഹിക്കുന്നു. எனக்கு தாகமாக இருக்கிறது. കാടി കൊടുക്കുകയാണ്. கசப்பான காடியை ആ தந்தார். കാടി കുടിച്ചുകൊണ്ട് அந்த காடியை குடித்து തോളിൽ തലചായിച്ചുകൊണ്ട് அவர் தோளில் தலையை சாய்த்து പ്രാണനെ വിടുകയാണ്. ஜீவனை അപ്പോൾ விட்டார். എന്താണ് പറഞ്ഞത്? അപ്പോൾ என்ன சொன்னார்? പിതാവേ സകലവും നിവർത്തിയായി, பிதாவே எல்லாம் முடிந்தது, സകലവും നിവർത്തിയായി. எல்லாம் முடிந்தது. ഈ കയ്പ് കാടി കുടിച്ചപ്പോൾ സകലവും നിവർത്തിയായി. கசப்பு காடியை குடித்த பொழுது எல்லாம் முடிந்தது. നമ്മെ രക്ഷിക്കേണ്ടതിനായി நம்மை ரட்சிக்க முடியாது. നമ്മുടെ മണവാളനായ യേശു நம்முடைய കയ്പ് കാടി കുടിച്ചെങ്കിൽ கசப்பு காடியை തന്റെ குடித்து മണവാട്ടിയെ மணவாட்டி നീയും തേജസ്സിൽ വെളിപ്പെടണമെങ്കിൽ மகிமையில் ആ வெளிப்படுத்த കയ്പ് முடியாது. കാടി കുടിക്കണം. நீயும் அந்த கசப்பு காடி അതേതിനെ குடிக்க வேண்டும். കാണിക്കുന്നു? ദൈവ കഷ്ടപ്പെടുക. ദൈവ ഇഷ്ടത്തെ കാണിക്കുന്നു. தேவ കർത്താവേ, അങ്ങയുടെ ഇഷ്ടം മതി എന്ന് പറയണം. தேவனுடைய சித்தம் ആകയാൽ ദൈവത്തോട് ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടായിരിക്കണം. தேவனோடு ஒரு நல்ல சுத்தமான மனசாட்சி, നിർമ്മലമായ ഒരു മനസ്സാക്ഷി ഉണ്ടായിരിക്കണം. சுத்தமான மனசாட்சி நமக்கு தேவை. സാക്ഷി പോയാൽ ജീവിതം നഷ്ടമാകും. പ്രിയമുള്ളവരെ, மனசாட்சி இல்லாவிட்டால் வாழ்க்கை தீர்ந்துவிடும். രണ്ട് വിശ്വാസികളെ പറ്റി തീമോത്തിയോസ് പറയുന്നുണ്ട്. தீமோத்தேயு ரெண்டு நல்ல குடும்பத்தைപ്പെട്ടവരാണ്, நல்ல குடும்பத்தை சேர்ந்தவர்கள், പഴക്കമുള്ളവരാണ്, பழக்கமுள்ளவர்கள், പണക്കാരാണ്, அவர்கள் ஐஸ்வர்யவான்கள், വേലയ്ക്ക് സഹായികളാണ്. ஊழியத்துக்கு உதவி അവരുടെ പേര് செய்கிறவர்கள். അലക്സാണ്ടർ ഹുമരിയോസും എന്നാണ്. அலெக்சாண்ட்ரியஸ் അവരെ പറ്റി എന്ത് പറയുന്നു? அவரை குறித்து என்ன சொல்லுகிறார்? വിശ്വാസം, നല്ല മനസ്സാക്ഷി വിട്ടുകളഞ്ഞ് நல்ல மனசாட்சியை அவர்கள் വിശ്വാസ കപ്പൽ തകർന്നു പോയി. விசுவாசம் என்னும் கப்பட்டை அவர் അവർ முடித்தார். സ്വർഗീയ തീരത്തെ കടക്കുകയില്ല. அவர்கள் அந்த பரலோகத்தில் വിശ്വാസ കപ്പൽ തകർന്നാല് விசுவாச கப்பல் അവിടേക്ക് അടുക്കുവാൻ സാധിക്കുകയില്ല. விசுவாச கப்பல் உடைந்தால் அங்கே போய் சேர முடியாது. தேவ ஜனங்களே, ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടായിരിക്കണമേ. நல்ல மனசாட்சி நமக்கு. ഇമ്മാനുവേലുമായി ഐക്യം ഉണ്ടായിരിക്കണമേ. இம்மானுவேல் தேவனோடு ஒரு ஐக்கியம் ദൈവം வேண்டும். നമ്മോട് കൂടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ. கர்த்தர் நம்மோடு இருக்கிறார். നമ്മുടെ அர்த்தமுள்ள இம்மானுவேல். മനസ്സാക്ഷി ശുദ്ധമായിരിക്കണമേ. நம்முடைய மனசாட்சி சுத்தமாக ഇത് இருக்க வேண்டும். ശുദ്ധമാകുന്നില്ലെങ്കിൽ சுத்தமாக இருக்கவில்லை என்றால் നീതിയും ന്യായവും ഇല്ലാതെ വരും. நீதியும் சத்தியமும் இல்லாமல் വളരെ പരിശോധിക്കണം. அதிகமாக நாம் ஆராய ഇന്ന് வேண்டும். ഞാൻ ചിന്തിച്ച കാര്യം നീതിയും ന്യായവുമാണോ? இன்றைக்கு நாம் சிந்தித்தது நியாயம் தானா, ഞാൻ சத்தியம் தானா? സംസാരിച്ചത് നീതിയും ന്യായവുമാണോ? நான் பேசினது சத்தியம் தானா, ഞാൻ நீதி പോയ தானா? വഴി നീതിയും ന്യായവുമാണോ? நான் போன வாழ்க்கை அது ഞാൻ நீதி தானா? ഇടപെട്ടത് നീതിയും ന്യായവുമാണോ? நான் இடைப்பட்டது എന്റെ அது நீதி தானா? കൊടുക്കവാങ്ങൽ നീതിയും ന്യായവുമാണോ? என்னுடைய கொடுக்கல் வாங்கல் நீதி தானா? ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? அவத்தால் என்ன நடைபெறும்? യേശുവിന്റെ അടുക്കിലേക്ക് പോകുവാൻ കഴിയുകയില്ല. இயேசு இருக்கிற இடத்தில் അവൻ போய் சேர முடியாது. നീതിയുടെയും ന്യായത്തിന്റെയും അധിപതിയാണ്. அவர் நீதியும் சத்தியமும் உள்ள அதிபதி. അനീതിയുള്ളവരും അന്യായക്കാരും അങ്ങോട്ട് അടുക്കയില്ല. அநீதிக்காரும் சத்தியம் இல்லாதவரும் அவரோடு சேர முடியாது. സങ്കീർത്തനക്കാരൻ എന്ത് പറയുന്നു? சங்கீதக்காரன் என்ன അധർമ്മം சொல்றார்? പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവേ. அக்கிரமம் செய்கிறவர்களை என்னை விட்டு நீங்கி போங்கள். അവസാനമായി ഇങ്ങനെ പറയും. கடைசியாக இப்படி சொல்வார்கள். പെന്തക്കോസ്തുകാരെല്ലാം അങ്ങ് വരികയാണ്. பெந்தகோஸ்தக்காரர்கள் எல்லாம் வருவார்கள். എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനെല്ലാം என்னிடத்தில் கர்த்தாவே கர்த்தாவே என்று கூப்பிட்டவர்கள் எல்லாரும் സ്വർഗ്ഗസ്ഥനായ പിതാവിന് ഇഷ്ടം ചെയ്തവനാണ് ഇവിടെ കിടക്കുന്നത്. பரலோகத்தில் இருக்கிற பிதாவுடைய சித்தம் செய்தவர்கள் ദൈവ മാത്രം தான் ഇഷ്ടമാണ് നമ്മുടെ பிரவேசிக்க முடியும். പ്രധാനമായ വിഷയം. தேவனுடைய சித்தம் தான் நம்முடைய ജീവിച്ചു എന്ന് പറഞ്ഞാൽ പോരാ. பிரதான விஷயம் அதுதான். ஜீவித்தால் மாத்திரம் போதாது. എങ്ങനെ ജീവിച്ചു? எப்படி ஜீவித்தாய்? ചെയ്തു എന്ന് പറഞ്ഞാൽ പോരാ. செய்தேன் என்று சொன்னால் போதாது. എങ്ങനെ ചെയ്തു? எப்படி செய்தாய்? കൊടുത്തു എന്ന് പറഞ്ഞാൽ പോരാ. கொடுத்தேன் என்று சொன்னால் എങ്ങനെ போதாது. കൊടുത്തു? எப்படி கொடுத்தாய்? പോയി എന്ന് പറഞ്ഞാൽ പോരാ. நான் போனேன் என்று சொன்னால் എങ്ങനെ போதாது. പോയി? எப்படி போனாய்? എന്ത് എന്നുള്ളതല്ല പ്രശ്നം. எப்படி என்றதல்ல விஷயம், എങ്ങനെ എന്നുള്ളതാണ് പ്രശ്നം. எப்படி என்பதுதான் விஷயம். പ്രിയ സഹോദരങ്ങളെ, பிரிய சகோதரர்களே, നമുക്ക് ദൈവസന്നിധിയിൽ താഴാം. தேவ சமூகத்தில் நாம் അന്ധകാരത്തിന്റെ മേഖല വെളിപ്പെടുവാൻ പോവുകയാണ്. இருட்டின் காரியங்கள் ഈ ലോകത്തിൽ നിന്ന് വിധേയപ്പെടുവാൻ இந்த പോവുകയാണ്. உலகத்தில் விடுதலை பெற നിലവിളി ഉയരുവാൻ പോവുകയാണ്. பூக்கரல் உயரப்போகுது. അത്ഭുത പ്രകാശത്തിലേക്ക് പോകാം. அற்புதமான കർത്താവിന്റെ பிரகாசத்தின் അടുക്കിലേക്ക് പോകാം. இடத்தில் நாம் சேருவோம். പ്രിയന്റെ മാർവോട് അണയാം. நம்முடைய பிரியனுடைய ആ നാളുകളേറ്റവും ആസന്നമായിരിക്കാൻ அந்த നാட்கள் ഒരു சீக்கிரம் കുറ്റമറ്റ മനസ്സാക്ഷി, ஒரு குற்றமில்லாத மனசு, ദൈവത്തോട് മനുഷ്യരോട് കുറ്റമറ്റ മനസ്സാക്ഷി. தேவனோடு மனசோட்சம் குற்றமில்லாத மனசு. അബ്രഹാം അങ്ങനെ ജീവിച്ചതിനാൽ ஆபிரகாம் அப்படி ஜீவித்தார். അരുളി ചെയ്തത് നിവർത്തിച്ചു കൊടുത്തു. அவர் சொன்னதை நிறைவேற்றித்தார். നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ, നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 7-ാം വചനത്തെ വായിക്കും പൊഴുത്, ഒന്ന് വായിക്ക്. നെഹമ്യാവിനെ കണ്ടോ? 9:7. അബ്രാമിനെ തിരഞ്ഞെടുത്ത് ആ. അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്നു. അവന് അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ അവനെ തന്നെ. വിളിച്ചവനായ യഹോവ നീയാണല്ലെങ്കിൽ ഞാനാണ്. നീ അവന്റെ ഹൃദയം നിന്റെ മുൻപാകെ വിശ്വസ്തമായി കണ്ടു. 8-ാം വാക്യം വായിക്കുമ്പോൾ,
നീ അവന്റെ ഹൃദയം നിന്റെ മുൻപാകെ വിശ്വസ്തമായി കണ്ടു. കനാന്യർ മതി മതി മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന് വായിച്ച അരുളി ചെയ്ത് കനാന്യർ ഹിത്യർ അത് വേണ്ട, എന്റെ താഴത്ത് നീ അവന്റെ സന്തതിക്ക് തന്നെ അത് വേണ്ട. കൊടുക്കുമെന്ന് നീ നീതിമാനാകിയാൽ നീ അത് നിവർത്തിച്ചിരിക്കുന്നു. നീ നീതിമാനായിരിക്കാൻ നിന്റെ വചനങ്ങളെ നിവർത്തിച്ചുമിരിക്കുന്നു. നെഹമ്യ 9:7 നീ നീതിമാനാകിയാൽ நீ நீதிமானாக இருக்கிறார், അങ്ങനെ ചെയ്തിരിക്കുന്നു. ஆகவே நிறைவேற்றிருக்கிறார். അരുളി ചെയ്തവനായ ദൈവം அவர் சொன்ன தேவன் അബ്രഹാമിന്റെ ഹൃദയത്തെ നോക്കിയപ്പോൾ ஆபிரகாமுடைய இருதயத்தை பார்த்த பொழுது നല്ല விசுவாசிയാണ്. அவன் நல்ல விசுவாசி, യാതൊരു തട്ടിപ്പും വെട്ടിപ്പുമില്ല, அவனுக்கு தந்திரம் இல்லை, യാതൊരു പോഷ്കില്ല, பொய் இல்லை, ദുഷ്ടതയില്ല. கபடி இல்லை, துஷ்டம் இல்லை. ഹൃദയത്തെ നോക്കി இருதயத்தை பார்த்து വിശ്വസ്തമായ ഹൃദയം, உண்மை உள்ளவனே, നിർമ്മലമായ ഹൃദയം, உண்மை உள்ள ஹிருதயம், താഴ്മയുള്ള ഹൃദയം தாழ்மை உள்ள ஹிருதயம், പറഞ്ഞതുപോലെ ചെയ്തു. சொன்னது போல ആരോട് ശണ്ട കൂടിയില്ല, யாரோடும் சண்டை போடுவதில்லை, തിരുവത്താഴം മുടക്കിയില്ല, തിരുവത്താഴത്തിന്റെ തലേന്ന് എഴുന്നേറ്റ് അമ്മച്ചി എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞില്ല. ராபோதன நேரத்தில் மாத்திரம் எழுந்து மன்னிப்பு கேட்பதில்லை. ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണേ. என்னோட குறைவு இருந்தால், என்னோட கசப்பு இருந்தால் அதை மன்னித்து விடுங்க. കിഴക്കൻ കാറ്റ് അടിക്കുന്ന പോലെ ഒരു ക്ഷമയോദിപ്പ്, கிழக்கு காற்று அடிப்பது போல ஒரு അതിലെന്ത് மன்னிப்பு. യാതൊരു അർത്ഥമില്ല. அப்படி சொல்லி காரியம் இல்லை. അബ്രഹാം ക്ഷമയോദിക്കാൻ പോയില്ല. ஆபிரகாம் அப்படி மன்னிப்பு கேட்க അബ്രഹാം போகவில்லை. കർത്തൃമേശയെന്ന് മുടക്കി കാണുകയില്ല. ஆபிரகாம் ராபோதன ദൈവം അബ്രഹാമിനെ നോക്കിയപ്പോൾ கர்த்தர் ஆபிரகாமை பார்த்த അകത്ത് பொழுது ഒട്ടുമേ കറുപ്പില്ല, அவனுக்கு கருப்பே இல்லை, അകത്ത് നല്ല വെളുപ്പാണ്. உள்ளே வெண்மையாக இருக்கிறது. വിശ്വസ്തമായി കണ്ടു. உண்மையை கர்த்தர் பார்த்தார். ദൈവം നീതിമാൻ, கர்த்தர் நீதிமான், അബ്രഹാം വിശ്വസ്ത. ஆபிரகாம் ஒரு உண்மையுள்ள நபர். നീതിമാനാകയാൽ அவன் நீதிமானாக இருந்தான். വിശ്വസ്തനായ അബ്രഹാമിനോട് அந்த உண்மையான ஆபிரகாமை അരുളി பார்த்து ചെയ്തത് അവൻ നിവർത്തിച്ചു. சொன்னதை அவர் நிறைவேற்றினார். അങ്ങനെ ചെയ്തുവെങ്കിൽ அவருடைய வார்த்தை ആ நிறைவேற்றினார். ദൈവം ഇന്നും ജീവിക്കുന്നു. அந்த தேவன் இப்பொழுதும் ஜீவிக்கிறார். നമ്മോട് ആ ദൈവം അങ്ങനെ ചെയ്യാതിരിക്കുമോ? நம்மோடு அவர் அப்படி செய்யாதிருப்பாரோ? ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കയില്ല. ஒருபோதும் அவர் செய்யாதிருக்க അവൻ மாட்டார். നമ്മുടെ ഹൃദയത്തെ നോക്കൂ. அப்படி இருதயத்தை அவர் பார்க்கிறார். നീതിമാനാകയാൽ நீ நீதிமானாக இருக்கிறார். അങ്ങനെ ചെയ്തിരിക്കുന്നു. வார்த்தையை நிறைவேற்றினார். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹൃദയത്തെ നോക്കി അങ്ങനെ ചെയ്തിരിക്കുന്നു. இருதயத்தை பார்த்து அப்படியாக நிறைவேற்றியிருக்கிறார். ആ ദൈവം അങ്ങനെ ചെയ്യും. പ്രിയമുള്ളവരെ, தேவன் அப்படி செய்வார். നമുക്കൊന്ന് സന്തോഷിക്കാം. நாம் സന്തോഷിப்போமா? നിരാശയും ഭാരമെല്ലാം വിട്ടുകളഞ്ഞാട്ട് துக்கத்தை എന്റെ பிரயாசத்தை ദൈവം അങ്ങനെ மாற்றிவிடுவோம். ചെയ്യുമെന്ന് നാവ് കൊണ്ടെന്ന് പറഞ്ഞാട്ട്, தேவன் அப்படி செய்வார் என்று வாயை திறந்து ഹൃദയം കൊണ്ട് சொல்லுங்கள். വിശ്വസിക്കുന്നവർ വായി കൊണ്ടെന്ന് പറഞ്ഞാട്ട്, இருதயம் கொண்டு விசுவாசிக்கிறவர்கள் வாயை திறந்து அறிக்கை செய்யுங்கள். ചിരിക്കാതെ, நீங்கள் சோர்ந்து இருக்க வேண்டாம். വാച്ചയിൽ നോക്കി ഇരിക്കാതെ, நீங்கள் கடிகாரத்தை பார்த்து இருக்க வேண்டாம். ഘടികാരത്തെ നോക്കേണ്ട, கடிகாரத்தை பார்க்க வேண்டாம். യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക. அவருடைய முகத்தை பாருங்கள். ഞാനത് വിശ്വസിക്കുന്നു. நான் அதை விசுவாசிக்கிறேன். ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത് இதயம் கொண்டு நான் വായി விசுவாசிக்கிறேன். കൊണ്ട് ഏറ്റു പറയുക. வாய் கொண்டு நான் அறிக்கை அவர் செய்கிறேன். വാക്ക് മാറുകയില്ല. அவர் வாக்கு மாறா. അരുളി ചെയ്തത് അവൻ നിവർത്തിച്ചു. அவர் சொன்னதை நிறைவேற்றுவார். ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഈ കാര്യം എടുത്തു പറയുമ്പോൾ சங்கீதக்காரன் இதை சொல்லுகிறார். 85 സങ്കീർത്തനം 11 വാക്യം വായിക്കുമ്പോൾ 85 சங்கீதம் 11 வசனத்தில் வாசிக்கிறோம். നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, சத்தியம் நீதி வானத்திலிருந்து பார்க்கிறது, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു. വായിക്കാം. சத்தியம் பூமியிலிருந்து முளைக்கிறது. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. നീതി സ്വർഗത്തിൽ നോക്കുന്നു. நீதி வானத்திலிருந்து தாழ பார்க்கிறது. നീതിമാനായ ദൈവം സ്വർഗത്തിൽ നോക്കുന്നു. நீதிமான தேவன் பரலோகத்திலிருந்து வானத்திலிருந்து பார்க்கிறார். വിശ്വസ്തനായ മനുഷ്യൻ ഉയരത്തിലേക്ക് നോക്കുന്നു. உண்மையுள்ள மனுஷன் மேலே രണ്ടുപേരും മുഖാമുഖമായി നോക്കുകയാണ്. பேரும் முகமுகமாக பார்க்கிறார். യേശു എന്ത് ഉയരത്തിൽ നോക്കുന്ന ആൾ എന്ത് പറയുന്നു? இயேசு உயரத்தில் பார்த்து என்ன சொன்னார்? അദ്ദേഹം എന്ത് പറയുന്നു? அவர் என்ன சொன்னார்? ഞാനിതാ വേഗം വരുന്നു. நான் இதோ சீக்கிரமாக வருகிறேன். നീതി പറയുന്നു, ഞാനിതാ വേഗം വരുന്നു. நீதி மேலே இருந்து பார்க்கிறது, நான் இதோ சீக்கிரம் வருகிறேன். താഴെ നിന്ന് വിശ്വസ്തത എന്ന് പറയുന്നു. சத்தியம் பூமியிலிருந்து என்ன சொல்லுகிறது? ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്ന വിശ്വസ്തത, பூமியிலிருந்து முளைக்கு எழும்புகிற മനുഷ്യന്റെ சத்தியம். ഗുരുവാകുന്ന വിശ്വസ്തത, மனுஷனிலிருந்து வருகிற ആ சத்தியம். വിശ്വസ്തത എന്ത് പറയുന്നു? சத்தியம் என்ன சொல்லுகிறது? ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ஆமென். கர்த்தராகிய இயேசு கிறிஸ்துவே சீக்கிரம் வாரும். രണ്ട് ശബ്ദം അടുത്തുകൊണ്ടിരിക്കുകയാണ്. அப்படிப்பட்ட ரெண்டு சத்தமும் இதோ கேட்கிறது. ഉയരത്തിലെ ശബ്ദവും താഴത്തെ ശബ്ദമായി അടുത്തുകൊണ്ടിരിക്കുകയാണ്. உயரத்தில் வருகிற சத்தமும் கீழே கேட்கிற சத்தமும் இதோ சேருகிறது. ഇന്നലേക്കാൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. இந்த ரெண்டு சத்தம் ஒன்றாய் சேருகிறது. ഇന്നലേക്കാൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. இப்படிப்பட்ட நாட்கள் சீக்கிரம் ആ, வருகிறது. ഇന്നലേക്കാൾ நேற்றை விட അടുത്തുകൊണ്ടിരിക്കുകയാണ്. இதோ சமீபமாக ഈ இருக்கிறது. ശബ്ദം രണ്ട് സന്ധിക്കാൻ പോവുകയാണ്. இந்த சத்தம் ஒன்றாக சேர നീതി സ്വർഗത്തിൽ നോക്കുന്നു, நீதி വിശ്വസ്തത வானத்திலிருந்து ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു. சத்தியம் பூமியிலிருந்து முளைக்கிறது. അതെ, വിശ്വസ്തരായി നമുക്ക് ജീവിക്കാം. நாம் உண்மையாக ஜீவிப்போம். ഭൂമിയിൽ മുളയ്ക്കുക എന്ന് പറഞ്ഞാൽ பூமியிலிருந்து முளைக்கிறது മനുഷ്യ ഹൃദയത്തിൽ മുളയ്ക്കുക. மனுஷனுடைய അത് ஹிருதயத்தில் നോക്കിയാണ്
അരുളി ചെയ്ത കാര്യങ്ങൾ നിവർത്തിക്കുന്നത് அதை பார்த்து தான் சொன்னதை അബ്രഹാമിന്റെ ഹൃദയത്തെ നോക്കിയവനായ ദൈവം ஆபிரகாமுடைய ഹൃദയത്തെ பார்த்த ஆண்டவர் നമ്മുടെ ഹൃദയത്തെ നോക്കുകയാണ്. നമ്മുടെ ഹൃദയത്തെയും അവർ பார்க்கிறார். നീതിയും വിശ്വസ്തതയും. നീതിയും സത്യവും. വേദപുസ്തകം വിശ്വസ്തതയെ പറ്റി പറയുന്നുണ്ട്. വേദപുസ്തകം സത്യത്തെ കുറിച്ച് சொல்லுகிறது. സങ്കീർത്തനം 12:1 വായിക്കുമ്പോൾ സങ്കീർത്തനം 12-ാം യഹോവേ രക്ഷിക്കണമേ, 12-ാം സങ്കീർത്തനം 1-ാം വചനം, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാർ കുറഞ്ഞിരിക്കുന്നു. യഹോവേ രക്ഷിക്ക വേണ്ടും നീതിമാന്മാർ ഇതോ കുറഞ്ഞു വരുகிறார்கள். സങ്കീർത്തനം 101:6 101-ാം സങ്കീർത്തനം, ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന്. ദേശത്തിൽ இருக்கிற സത്യമായി നീ ജീവിக்கிறவர்கள் എന്നോട് ചേർന്ന് വാഴുம்படியா. ദേശത്തിലെ പെന്തക്കോസ്തുകാരനല്ല, ദേശത്തിൽ പെന്തക്കോസ്തുകാരല്ല, സിപിഎംകാരനുമല്ല, സിപിഎംകാരനൊന്നുമല്ല, ഊഴിയക്കാരനുമല്ല, ഊഴിയക്കാരനല്ല, അപ്പടിപ്പെട്ട യാതൊരു കാര്യമല്ല. அப்படிப்பட்ட பெயர் ஒன்றும். ദേശത്തിലെ വിശ്വസ്തന്മാർ, ദേശത്തിൽ இருக்கிற ഉണ്மை വിശ്വസ്തന്മാർ, ദേശത്തിൽ இருக்கிற ഉണ്மை വിശ്വസ്തന്മാർ ഉണ്மை உள்ளவர்கள் എന്നോടുകൂടെ വസിക്കേണ്ടതിന്. സത്യമുള്ളവர்கள் എന്നോട് ദൃഷ്ടി വാഴും. അവരുടെ മേലിരിക്കുന്നു. என்னுடைய கண்களை ഞാൻ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു, நான் அவரை பார்த்துக் ഞാൻ അവരെ കാത്തുകൊണ്ടിരിക്കുന്നു. நான் அவரை பாதுகாப்பேன். മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ മത്തായിയുടെ താലന്ത് സുവിശേഷം വ്യാപാരിയോട് എന്താണ് പറഞ്ഞത്? താലന്ത് വ്യാപാരം ചെയ്യുന്ന നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ഉന്നതമുള്ള അവന്റെ ഊഴിയക്കാരൻ സന്തോഷത്തിലേക്ക് என்னுடைய പ്രവേശിക്കുക. பிதாவின் சந்தோஷத்தில் നീ ആ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുക. நீ அந்த வெளிச்சத்தில் பிரவேசிப்பாயா. തിരഞ്ഞെടുക്കപ്പെട്ടതായ സഹോദരങ്ങളെ, தேர்ந்தெடுக்கப்பட்ட சகோதரர்களே, തിരഞ്ഞെടുക്കപ്പെട്ട ജാതികളെ, தேர்ந்தெடுக்கப்பட்ட ஜாதிகளே, വിശുദ്ധ വംശമേ, பரிசுத்த வம்சமே, സ്വന്തം ജനമേ, ആമേൻ. കാലങ്ങൾ സമയങ്ങളും അടുത്തിരിക്കുന്നു. காலமும் சமீபம் இதோ നമ്മുടെ പ്രിയനെ മുഖാമുഖമായി കാണുവാൻ സമയമായി. முகமாக நாம் கர்த்தரை ഹൃദയം பார்க்க പരമാർത്ഥമായിരിക്കട്ടെ. நம்முடைய ஹிருதயம் கபடமில்லாமல் இருக்கட்டும். അബ്രഹാമിന്റെ ഹൃദയം വിശ്വസ്തമായി കണ്ടു. ஆபிரகாமுடைய ஹிருதயம் சத்தியமுள்ள இருந்தவன். എല്ലാവരും മുഴങ്കാലിൽ ഇരുന്നാട്ടെ. நாம் எல்லாம் முழங்கால் படி ഇതിനൊരു മറുപടി പറഞ്ഞാട്ടെ. நாம் ஒரு பதில் ഈ சொல்வோம். ദൈവം നമ്മെ നോക്കുമ്പോൾ கர்த்தர் நம்மையும் பார்க்கிறார். എന്ത് പറവാൻ കഴിയും? அவர் என்ன நம்மை பார்த்து ഏതെങ്കിലും അവിശ്വസ്തതയുണ്ടെങ്കിൽ உண்மை இல்லாமல் இருந்தால் നമുക്കത് വിട്ടുകളയാം. நாம் அதை விட்டு விடுவோம். വിട്ടുകളയാം. விட்டு விடுவோம். വാതിലടയുമേ, இதோ வாதல் அடைக்கிறது. വാതിലടയുമേ, வாசல் அடைய போகிறது. വാതിലടയുമേ. வாசல் அடைய ഞാൻ போகிறது. നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമേ. நான் உங்களை அறியவில்லை என்று അങ്ങനെ ആർക്കും சொல்லக்கூடாது. സംഭവിക്കരുത്. யாருக்கும் வரக்கூடாது. കർത്താവിന്റെ സന്ദർശനത്തിൽ கர்த்தர் நம்மை சந்திக்கும் വിശ്വാസികളൊക്കെ അവിടെ വരികയാണ്. விசுவாசிகள் അന്ന് പ്രവാചകർ വരികയാണ്. அங்கே தீர்க்கதரிசிகள் ഞങ്ങൾ வருகிறார்கள். പ്രവചിച്ചു എന്ന് പറയുന്നു. நாம் தீர்க்கதரிசனம் അയ്യോ, சொன்னோம். ഞാനത് അറിഞ്ഞിട്ടില്ല, நான் அதை அறியவில்லை. ഞാൻ അത്ഭുതങ്ങൾ ചെയ്തുവെന്ന് நான் പറയുന്നു. அற்புதம் செய்தேன் என்று അയ്യോ, சொல்வார்கள். ഞാനത് അറിഞ്ഞിട്ടില്ല, நான் உங்களை அறியேன். ഞാൻ വീര്യപ്രവർത്തികൾ ചെയ്തുവെന്ന് പറയുന്നു. நான் அற்புத அடையாளங்கள் செய்தேன். അയ്യോ, ഞാനത് അറിഞ്ഞിട്ടില്ല, நான் உன்னை அறியேன். ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. நான் ஒரு நாளும் உன்னை அறியேன். അതല്ല കാര്യം. அப்படி அல்ல. ദൈവത്തോട് മനുഷ്യരോട് കുറ്റമറ്റ മനസ്സാക്ഷി. கர்த்தரோடு மனுஷரோடும் குற்றமில்லாத അങ്ങനെയാണെങ്കിൽ മരിക്കുന്നുവെങ്കിലും സാരമില്ല. அப்படி என்று சொன்னால் ആദ്യ மரிச்சாலும் കാഹളനാദത്തിങ്കിൽ கடைசி எக்காலத்தில் ആദ്യ കാഹളം കേട്ടവർ முதல் காகலம் അന്ത്യ கேட்டவர்கள் കാഹളം കേൾക്കും. கடைசி எக்காலம் கேட்டவர்கள் മരിച്ചവർ ഉയർക്കും. மரித்தவர்கள் അവർ உயிரோடு വെളിയെ വരികയാണ്. உயிரோடு எழுந்து வெளியே வருவார்கள். ജീവനൊഴിക്കുന്നവർ രൂപാന്തരപ്പെടുകയാണ്. ஜீவனோடு இருக்கிறவர்கள் வருவார்கள். അവരിലേക്ക് എടുത്തുകൊള്ളപ്പെടുകയാണ്. அவர் இதோ உன்னதத்தில் പ്രിയ எடுக்கப்படுவார்கள். സഹോദരങ്ങളെ, பிரிய சகோதரர்கள், ഇരുളിന്റെ അംശങ്ങൾ എടുത്ത് കളയുക. இருளின் காரியத்தை விட்டு ഇരുളേ, നീ എനിക്ക് വേണ്ട എന്ന് പറയുക. இருளே நீ வேண்டாம் என்று ഞാൻ சொல். നീയുമായി ബന്ധമില്ലെന്ന് പറയുക. எனக்கு உனக்கும் சம்பந்தம் இல்லை. യേശുവിന്റെ വെളിച്ചമെന്ന് പറയുക. என் இயேசு என் வெளிச்சமாக ഞാൻ അവരുടെ இருக்கிறார். കാൽപ്പാടുകളെ പിൻപറ്റുമെന്ന് പറയുക. அவருடைய கால் ഞാൻ சூழலை நான் യേശുവിന്റെ பின்பற்றுவேன். പിന്നാലെ പോകുമെന്ന് പറയുക. ഞാൻ- സാത്താനേ, നീ കറുത്തവൻ. சாத்தானே நீ கருத்தவன். സാത്താനേ, നീ ഇരുൾ. கருப்புள்ள சாத்தானே நீ இருள். സാത്താനേ, നീ തോറ്റവൻ. சாத்தானே தோற்றவன். യേശു വെളിച്ചമാണ്. என்னுடைய இயேசு യേശു வெளிச்சம். ജയിച്ചു. என் இயேசு ஜெயித்தவர். യേശു ജയിച്ചു. என் இயேசு ஜெயித்தவர். യേശു ജയിച്ചു. என் இயேசு ஜெயித்தவர். ഹല്ലേലൂയ. ஹல்லேலூயா. ദൈവത്തിന്റെ വിളി അനുസരിച്ചുകൊണ്ട്, கர்த்தருடைய அழைப்பை തിരഞ്ഞെടുപ്പിനെ അനുസരിച്ചുകൊണ്ട് கர்த்தருடைய திறந்தெடுப்பிற்கு கீழ்ப்படிந்து സ്വന്തം ജനമായി തീർന്നവർ, சொந்த ஜனமாக വിശുദ്ധ വംശമായി തീർന്നവർ, பரிசுத்த வம்சமாக ഇമ്മാനുവേലോട് ചേർന്ന് പോകുന്നവർ, இம்மானுவேலோடு சேர்ந்து ദൈവേഷ്ടം ചെയ്തവർ, ദൈവേഷ്ടം തന്റെ செய்தவர்கள் മണവാട്ടിയായി ജീവിക്കുന്നവർ, அவருடைய மணவாட்டியாக മണവാളനെ സന്ധിക്കുവാൻ സമയമായി. மணவாளனை சந்திக்க நேரம். പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം புதிய യെരൂശലേം കർത്താവിനായി അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെ அவருடைய വെളിപ്പെടുവാൻ സമയമായി. மணவாளனுக்காக വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ வெளிப்பாடு புத்தகத்தை வாசிக்கும் ദൂതൻ യോഹന്നാനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. தூதன் யோவானை அழைத்து എവിടേക്ക് കൊണ്ടുപോകുന്നു? கொண்டு പോன ഉയർന്നോരു വൻമലയിൽ. உயர்ந்த ஒரு வன்மலைக்கு கொண்டு போன. എന്താണ് പറയുന്നത്? என்ன சொன்ன? വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. ஆட்டுக்குட்டியானுடைய மணவாட்டியை நான் உங்களுக்கு காண்பிக்கிறேன். എന്റെ ചെറിയ പ്രായത്തിൽ என்னுடைய சின்ன നമ്മുടെ കൺവെൻഷൻ നോട്ടീസിൽ ആ വാക്യം മാത്രമേ വയ്ക്കാറുള്ളൂ. அந்த வசனத்தை தான் கன்வென்ஷன் நோட். വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. பாருங்க, ആட்டுக்குട്ടിയാனுடைய மணவாட்டியை நான் എന്നെ காண்பிக்கிறேன். ആത്മവിശുദ്ധിയിൽ ഉയർന്നോരു വൻമലയിൽ കൊണ്ടുപോയി. இது உன்னதமான ஒரு மலைக்கு கொண்டு சென்று ഉയർന്നോരു വൻമലയിൽ കൊണ്ടുപോയി. உயர்ந்த ஒரு மலைக்கு கொண்டு சென்று അവിടെയാണ് മണവാട്ടി. அங்கேதான் ഈ വൻമലയെ അതിനെ
കാണിക്കുന്നു, மலை என்னை காண்பிக்கிறது, ദൈവിക ബന്ധത്തെ കാണിക്കുന്നു, ആവിക്കുரிய തീരുമാനങ്ങളെ കാണിക്കുന്നു, തീരുമാനത്തെ കാണിക്കുന്നു, പ്രതിഷ്ഠയെ കാണിക്കുന്നു, പ്രതിഷ്ഠയെ കാണിക്കുന്നു, ദൈവത്തോടുള്ള ബന്ധത്തെ தேவனோடு കാണിക്കുന്നു. இருக்கிற ஐக்கியத்தை காண்பிக்கிறது. എന്താണ് ദൂതൻ പറയുന്നത്? தூதன் என்ன சொன்னார்? അവിടെ കൊണ്ടുപോയിട്ട് പറയുകയാണ്. அங்கே கொண்டு போய் சொன்னார். ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ விஷயத்தை எல்லாம் சொன்ன യോഹന്നാൻ പറയുന്നു, யோவானோடு சொன்னார், സ്വർഗത്തിൽ നിന്ന് சொர்க்கத்தில் ഉയർന്ന വന്മല സ്വർഗമാണ്, உன்னத மலை என்று சொல்வது ദൈവസന്നിധിയിൽ നിന്ന് பரலோகத்தில் நின்று கொண்டு ഉയർന്ന വന്മല ദൈവസന്നിധിയാണ്. உன்னத மலை என்று சொல்வது கர்த்தருடைய சமூகம். കർത്താവിനായി അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെ மணவாளனுக்காக ஆயத்தப்பட்ட ആ மணவாட்டியாக ദൈവ തേജസ്സിൽ നിന്ന് அந்த தேவனுடைய மகிமையில் இருந்து തേജസ്സോടെ ഇറങ്ങുന്ന അവനെ കാണിച്ചു തന്നു. மகிமையில் இருந்து இறங்குகிறவரை காண்பித்து தந்தார். 21:2 വായിക്കുമ്പോൾ 21 அதிகாரம் 2 പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം புதிய எருசலேம் என்று കർത്താവിനായി അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെ புருஷனுக்காக அலங்கரிக்கப்பட்ட ഇതോ ഇറങ്ങി വരുന്നു. இதோ இறங்கி வருகிறது. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇങ്ങനെയാണ് ഭക്തന്മാർ പാടിയത്. ஆகவே பரிசுத்தவான்கள் இப்படி பாடினார்கள். പുത്തൻ യെരൂശലേം ആയി വിളങ്ങിടും സത്യമാണ് വടിയാൻ സഭ. പുത്തൻ യെരൂശലേം സത്യമാണ് വടിയാൻ സഭ, സത്യമാണ് വടിയാൻ സഭ, സത്യമാണ് വടിയാൻ സഭ. ബോധമായി സാദരം ശോഭിതരായി തീരും ദൈവത്തിൻ തേജസ്സിനാൽ. ബോധമായി സാദരം ശോഭിതരായി തീരും ദൈവത്തിൻ തേജസ്സിനാൽ. കാന്തനുമായി വാസം ചെയ്തിടും നാളിന്റെ ചിന്ത ചെയ്തിടുകയാണെന്നും കാന്തനുമായി വാസം ചെയ്തിടും നാളിലും ചിന്ത ചെയ്തിടുകില്ലാതെന്നും, ചിന്ത ചെയ്തിടുകില്ലാതെന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് പാട്ടിങ്ങോട്ട് വന്ന് തുടങ്ങിയതേ ഉള്ളൂ, മണി ഒന്നുമായി. എന്താ ചെയ്യുന്നത് എങ്കിലും ഞാൻ നിർത്തുകയാണ്, മുമ്പോട്ട് പോകുന്നില്ല. இனி நான் நேரம் எடுப்பதில்லை. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും വിശുദ്ധ വംശവും പരിശുദ്ധ ഒരു വംശം സ്വന്തം ജനവുമാണ്. സ്വന്തം ജനവും. പ്രിയ സഹോദരങ്ങളെ, പ്രിയ ജനമേ, തന്റെ കാന്തയായി തന്റെ ജീവിച്ചുകൊണ്ട് അവരുடைய മണവാട്ടിയായി രൂപാന്തരപ്പെട്ടുകൊണ്ട് തേജസ്സിൽ മണവാളിനെ സന്ധിപ്പാൻ നമുക്ക് ഒരുങ്ങാം. മഹിമയിൽ മണവാളനെ സന്ധിക്ക് ആയത്തപ്പെടുவோம். ആ നാൾ ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. അതിനാൽ മിகவும் സമീപമാകുന്നു. കുറ്റമറ്റ മനസാക്ഷിയെ പാലിച്ചുകൊണ്ട് കുറ്റമില്ലാത്ത മനസാക്ഷി, ഇതാ എന്റെ പ്രിയൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഇതോ എന്നോട് ഇതാ എന്റെ കാന്തൻ എന്ന് പറഞ്ഞുകൊണ്ട് നേസർ മണവാളൻ മുൻപോട്ട് പോകുന്നുവെങ്കിൽ നാം മുന്നേറി നമ്മെ നോക്കി എന്ത് പറയും? നമ്മെ പാർത്തി ഇതാ എന്റെ മണവാട്ടി എന്ന് പറയും. ഇതോ എന്നോട് ഈ മർമ്മം വലിയത്. இந்த ரகசியம் ഞാൻ பெரியது. ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് പറയുകയാണ്. கிறிஸ்துவை குறித்து சபை குறித்து பேசுகிறேன். അങ്ങനെ തന്നെ നിങ്ങൾ ഓരോരുത്തരും அப்படிதான் நீங்கள் നിങ്ങളുടെ எல்லாரும் ഭാര്യയെ സ്നേഹിക്കണം. உங்களுடைய மனைவியை நேசிக்க வேண்டும். കർത്താവ് സഭയെ സ്നേഹിച്ചു. கர்த்தர் சபையை ഭാര്യമാരെ நேசிக்கிறார். നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ഭയത്തോടെ ബഹുമാനിക്കണം. மனைவியை உங்கள் புருஷனுக்கு കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ கர்த்தர் சபையை நேசித்தது നമുക്ക് போல നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാം, நாமும் கர்த்தரை நேசிப்போம், ബഹുമാനിക്കാം, അനുസരിക്കാം, கனம் செய்வோமாக, ഭയപ്പെടാം. பயப்படுவோம், கீழ்ப்படிவோம். അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം നിറവേറ്റുവാൻ സമയമായി. அப்படி என்று சொன்னால் അരുളി ചെയ്തത് നിവർത്തിപ്പാൻ സമയമായി. அவர் சொன்னது நிறைவேற ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞുവല്ലോ. நான் ஜெயம் தருவேன் என்று சொன்னார் அல்லவா? നിവർത്തിപ്പാൻ സമയമായി. அது நிறைவேற நேரமாகி അടയുവാൻ സമയമായി. வாசல் அடைய வேண்டிய நேரமாகி ഏറ്റവും ആസന്നമായിരിക്കുക. அந்த நேரம் இதோ சமீபமாக കാണേണ്ട സമയം ഏറ്റവും ആസന്നമായിരിക്കുക. நேசரை பார்க்கக்கூடிய நேரம் இதோ சமீபமாக പ്രത്യാശയോട് മുൻപോട്ട് പോകാം. நம்பிக்கையால் நிறைந்த നമ്മുടെ முன்னேறுவோம். കഷ്ടങ്ങളെല്ലാം തീരും, கஷ்டங்களெல்லாம் വേദനകളെല്ലാം തീരും, வேதனைகளெல்லாம் தீரும், ഭാരങ്ങളെല്ലാം തീരും. பாரங்களெல்லாம் പ്രിയന്റെ தீரும். മാറോട് അണയുമ്പോൾ, இதோ நேசரின் അവരുടെ മാറോട് അണയ്ക്കുമ്പോൾ மார்போடு നമ്മുടെ அணைக்கும் വേദനകളെല്ലാം മാറുകയാണ്, வேதனையெல்லாம் மாறிவிடும், കണ്ണുനീരെല്ലാം തുടയ്ക്കുകയാണ്. எல்லாம் துடைப்பார், ഹല്ലേലൂയ. വേദനകളെല്ലാം തീരുകയാണ്, வேதனையெல்லாம் தீர்ந்துவிடும், മാറോട് അണയ്ക്കുകയാണ്. மார்போடு அவர் തന്റെ அணைப்பார், മാറിൽ നമ്മൾ മുത്തം ചെയ്യുകയാണ്, மார்பினை முத்தம் செய்வோம், സന്തോഷം അനുഭവിക്കുകയാണ്. சந்தோஷத்தை அனுபவிப்போம். ഇങ്ങനെ എപ്പോഴും இப்படி കർത്താവിനോട് കൂടെ ഇരിക്കും. கர்த்தரோடு சேர்ந்து തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, தேர்ந்தெடுக்கப்பட்ட രാജകീയ പുരോഹിത വർഗമായവർ, രാജകീയ വിശുദ്ധ വംശമായവർ, പരിശുദ്ധ സ്വന്തം ജാതി, ജനമായി തീർന്നവർ, சொந்த ஜனமாய் மாறியவர், കുറ്റമറ്റ മനസാക്ഷിയെ പാലിച്ചവർ, குற்றமற்ற മനസ്സാക്ഷി, ദൈവത്തോട് മനുഷ്യരോട് നല്ല മനസാക്ഷി പാലിച്ചവര് தேவனோடு மனுஷனோடு நல்ல അരുളി മനസ്സാക്ഷി ചെയ്തതിന്റെ നിവൃത്തിയിലേക്ക് നീങ്ങുവാൻ പോവുകയാണ്. அவர் சொன்னதை இதோ അന്ത്യകാഹളനാളത്തിങ്കിൽ கடைசி எட்டாம் അങ്ങനെ ചെയ്യുവാൻ പോവുകയാണ്. அப்படியே அவர் തന്റെ செய்வார், അടുക്കിലേക്ക് ചേരുവാൻ പോവുകയാണ്. அவரோடு அவர் சேர்த்து നമ്മുടെ പ്രത്യാശയെ പുതുക്കാം. நம்பிக்கை ഒരു புதுப்பித்து പാട്ട് പാടിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. பாடலை பாடி முடிக்கும். നമ്മുടെ പ്രിയൻ വരുവാൻ സമയമായി. പ്രിയൻ ഇതോ എല്ലാവരും മുഴങ്കാലിൽ ഇരിക്കട്ടെ. മുഴങ്കാലിൽ വചനത്തിന് മുൻപാകെ തങ്ങളെ താഴ്ത്തുക, വചനത്തിന് മുൻപാകെ താഴ്ത്തുക, കണ്ണുകൾ അടയ്ക്കുക, കണ്ണുകളെ മൂടുക, വാതിലടയാൻ സമയമായി. വാസൽ അടയ പോകുക. ഹല്ലേലൂയ. പ്രിയൻ വരുവാൻ സമയമായി. நேசர் வர வேண்டிய நேரம், വരുവാൻ സമയമായി. அவர் வர வேண்டிய நேரம் വാക്ക് പാലിപ്പാൻ സമയമായി. வாக்கு சொன்ன நேரம் வந்துவிட்டது. ഹല്ലേലൂയ. മണിയറയിലേക്ക് നമ്മെ പ്രവേശിപ്പാൻ സമയമായി. மணி அறையில் இதோ നമ്മെ കൊണ്ടുപോകും. വനത്തിൽ കേൾക്കുമേ ഞാൻ ആനന്ദമായൊരു നാൾ, പ്രിയൻ ധ്വനിക്കൽ ശാസ്ത്രം. വനത്തിൽ കേൾക്കുമേ ഞാൻ ആനന്ദം
സിയോൻ മണവാളന് മകനായി വന്നിടും കാലത്തിടത്തിൽ കാത്തിടേണം. വനത്തിൽ കേൾക്കുമേ ഞാൻ ആനന്ദമായൊരു നാൾ പ്രാണപ്രിയൻ ധ്വനിക്കും ശബ്ദം. വനത്തിൽ കേൾക്കുമേ ഞാൻ ആനന്ദമായൊരു നാൾ ഹല്ലേലൂയ. ആയിരം പറന്നു പോയ വനത്തിൽ കേൾക്കുമേ ഞാൻ ആനന്ദമായൊരു നാൾ പ്രാണപ്രിയൻ ധ്വനിക്കും ശബ്ദം. വാനത്തിൽ കേൾക്കുമേ ഞാൻ ആനന്ദമായൊരു നാൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമേ അവരെ കുറിക്കപ്പോൾ കുറിക്കപ്പെട്ട ഒരു നാളിൽ വാനത്തിൽ ആ ശബ്ദം കേൾക്കുവാൻ സമയമായി നൊടിയിടയിൽ പറന്നുപോയി തന്നോടുകൂടെ മുഖാമുഖമായി കണ്ട് മഹിമയിൽ പ്രവേശിപ്പാൻ വസിപ്പാൻ ആ നേരം പ്രിയന്റെ മുഖത്തെ മുത്തം ചെയ്യുവാൻ സമയമായി. ആ നാളിനായി നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് സ്തോത്രം ചെയ്യാം. സന്തോഷത്തോട് സ്തോത്രം ചെയ്യാം.